അയ്യോ എന്താ ഇത്? എന്താടാ നിർത്തി കളഞ്ഞ് തല്ലി തകർക്കുന്നില്ലേ? പൊളിക്കടാ ധൈര്യം. എടോ ഉണ്ണിത്താന് തന്റെ കയ്യിൽ 10 കാച്ചുകൊണ്ടല്ലേ എടോ ഇത്രയും പോലീസുകാരെ നിർത്തി താൻ ഷൈൻ ചെയ്യണത്? എടോ തന്റെ പോക്കറ്റിൽ കടലാസ് ഉണ്ടെങ്കിൽ എഴുതി വെച്ചോ. 3 മാസം 3 months 3 മാസത്തിനകം മേനോ സാറിനെ പറ്റിച്ച് താൻ ഉണ്ടാക്കിയ ഈ ഹോട്ടൽ ഞാൻ പൊളിച്ചടുക്കിയില്ലെങ്കിൽ ഞാൻ ഈ കൊച്ചുതോമാക്കൊണ്ടായ കുഞ്ഞുമോനല്ല. നോട്ട് അറ്റ് ഓൾ. ഒന്ന് പതുക്കെ പിടിസാറേ, ഞാൻ ഡയലോഗ് ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. 2 പാവപ്പെട്ട തട്ടുകടക്കാരെ പിടിക്കാൻ വേണ്ടിയാണ് ഇക്കണ്ട പോലീസൊക്കെ വന്നേക്കണത്. എന്നാ വിലങ്ങ് പോയി. ഇനിയിപ്പൊ അതും കൊണ്ടു വന്നിട്ടില്ലേ? ഇവിടെയാണ് അപ്പ കൈ നീട്ടിക്കൊടു. അപ്പ ഇത് നമുക്ക് ദൈവമായിട്ട് കൊണ്ടുവന്ന ഒരു ചാൻസ് ആണ് കേട്ടാ. നമ്മ എറണാകുളത്ത് ജനിച്ച് വളർന്നവരാണെങ്കിലും എറണാകുളത്തെ എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ടില്ലല്ല. എറണാകുളത്തെ സബ് ജയിലും കാണാൻ കിട്ടിയ ഒരു ചാൻസ് ആണിത്. ഈ ചാൻസ് മിസ്സായ ഇനി ഒരിക്കലും കിട്ടിയല്ല. ഒരാഴ്ച നമുക്ക് സബ് ജയിലിൽ നടന്ന് കാണാം. നമുക്ക് പോവാം. ഉണ്ണി താനേ ഉണ്ണിയുടെ ഊരിലെ പഞ്ഞ ഞാൻ തീർത്തരാൻ കേട്ടോ. താങ്ക് യു. நான் செஞ்சது தப்பு. இனிமே நான் ஒண்ணு செய்ய மாட்டேன். മാറ്റാനായിട്ട് നീ ഉണ്ടായിട്ട് വേണ്ടടാ അണ്ണാച്ചി ചാമിയാ. ആറ് പോത്തുകളും 3 ചീട്ടുകളും വെച്ച് ബെല്ലാരിലെ വ്യാപാരം തുടങ്ങിയാണ് ഞാൻ. എനിക്ക് 6 ലോഡല്ല 6000 ലോഡിന്റെ വ്യാപാരമുണ്ട്. എന്റെ മൊടാഞ്ചാലുണ്ടല്ലേ പല നൂറ്റളം കണ്ട. നീ എന്തിനു വിചാരിച്ച് ചെക്ക് പോസ്റ്റിലെ മൃഗ ഡോക്ടർക്ക് കായകൾ കൊടുത്ത് എന്റെ പോത്തുകൾക്ക് അന്തരാക്സാണെന്ന് വന്ന് കുത്തിവെച്ച് കൊന്ന ഞാൻ പെട്ടി മടം മുടക്കി കാശിക്ക് വന്ന് വിചാരിച്ച തള്ള നിനക്ക് തെറ്റടേ. ഇത്രയും കാലം എന്റെ പോത്തുകളെ മേടിച്ചോണ്ടിരുന്ന സകല മുതലാളിമാരെ ഇങ്ങാട്ടി വിളിച്ചു വരുത്തി നല്ല പൊളപ്പം 30 ചെമ്പ് ബിരിയാണി വെച്ച് തീറ്റിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തരായാലും നീ എന്നെ ഇങ്ങാട്ട് വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് നിന്റെ കച്ചവടം പൊട്ടി താക്കോലുമായിട്ടേ ഞാൻ പോണുള്ളൂ. രാജുട്ട എഴുതി വാങ്ങിയിരടെ ഇവന്റെ സാവരെ ജംഗമോ അല്ല. അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ. പോടെ 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 പോടെ.
സർ വിളിക്കടാ ഐ ജിയെ. സർ എന്റെ പൊന്നു സാറേ, ഞാൻ നരേ വേണ്ട, ചുമ്മാ നാറാ നിക്കണ്ട. നായരെ പിടിക്കാൻ വേണ്ടി ഇങ്ങോട്ട്. പോലീസ് അവസ്ഥ കൈവച്ചിട്ട് മൂട്ടോട്ട് വിളിക്കത്തോളാം. നരേ മാറ. സാറേ, കാര്യം എന്തായാലും ഇനി തൊട്ടുപോരുതി പാവത്തിന്. ഹലോ 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 സർ 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 ഒറ്റ മിനിറ്റ് സർ. നരേ മാറാൻ. അയ്യോ വേണ്ട സാറേ, വിട്ടേക്ക് സാറേ. സാർ കഷ്ടം. ഇനി ആർക്കെങ്കിലും ഉണ്ടോ കിട്ടാൻ? ഇവൻ പിടിച്ചു പറിച്ചത് തനിക്കുണ്ടോ? ഉണ്ട് സാർ, പക്ഷെ വേണ്ട, കൊണ്ടുപോയി തിന്നോട്ടെ പട്ടി. പോയിക്കോട്ടെ സാറേ, കുഞ്ഞുങ്ങൾക്കുള്ള കഞ്ഞിക്കാശാ വണ്ടിയിൽ, വല്ല ഉപകാരം. പോയിക്കോട്ടെ. കണ്ടില്ലേ, അഷ്ടിക്ക് വകയില്ലാത്തവനാണെങ്കിലും ആത്മാഭിമാനമുണ്ട്. തന്തയ്ക്ക് പറഞ്ഞ ഗുണമുണ്ട്. നിനക്ക് അതില്ലാതെ പോയി. I pity not you, but this attire, this uniform. പൊതുഖജനാവിന്ന് പടമുടക്കി സർക്കാർ ഇതിങ്ങനെ ഇസ്ത്രീയിട്ട് സ്തംഭം കുത്തി തരുന്നത് ദാ ഇവരെ പോലെയുള്ള പട്ടിണിപ്പാവങ്ങളെ നടിറോട്ടിലിട്ട് ചവിട്ടിപ്പിഴിഞ്ഞ് കുത്തിക്കവർച്ച നടത്താനല്ല, സംരക്ഷിക്കാൻ. ജനങ്ങളുടെ സ്വത്തും ജീവനും സ്വൈര ജീവിതവും സംരക്ഷിച്ച് പിടിക്കാൻ. അതാണ് പോലീസ്. അതാവണമെടാ പോലീസ്. ലോകത്തിൽ മുസ്ലിമുകൾ അധികമുള്ള രാജ്യങ്ങളിൽ രണ്ടാമത്തേതാണ് ഇന്ത്യ. ഹിന്ദുവും മുസ്ലിമും സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് ജീവിക്കുന്ന വീടാണ് ഇന്ത്യ. നിങ്ങളൊരു ചെറിയ തെറ്റിയതാ പോലും അത് ബാധിക്കുന്നത് ഇവിടെയുള്ള മുസ്ലിങ്ങളെയാണ്. അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം നടക്കുന്നില്ല. സോ യു ആർ എ ഫെയിലിയർ. യു ആർ എ ഫെയിലിയർ. അർത്ഥമില്ലാത്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഈ ലോകത്തിന്റെ സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുന്നത്. ഇത്രയും കാലത്തെ തീവ്രവാദം കൊണ്ട് നിങ്ങൾ എന്ത് നേടി? പാവപ്പെട്ട കുറെ നിരപരാധികളെ കൊന്നൊടുക്കിയതല്ലാതെ ഇനി എന്ത് നേടും? ഒന്നുമില്ല, ഒന്നും. ഇതിന്റെ പേരിൽ പാവപ്പെട്ട മനുഷ്യരെ നിങ്ങൾ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു. തീവ്രവാദം ഇല്ലാതാക്കാൻ വേണ്ടി
ഞങ്ങൾ നിങ്ങളെയും. ഈ സൈക്ലിംഗ് നിർത്തണം. ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് റോൾ അഗെയിൻ. അങ്ങനെ ഭാരതത്തിൽ ഒഴുകുന്ന എല്ലാ നദികളെയും പൂക്കളാക്കി അവയെ കോർത്തെടുത്ത് ഒരു മനോഹര ദേശീയ മാലയാക്കി നമുക്ക് ഭാരതമാതാവിന് ചാർത്താം. ചെയ്തേ, നീ വെറുതെ തിങ്ക് ചെയ്യണ്ട. നീ ഏത് കാറിട്ടാലും ഞാൻ അടിക്കോ അടി. ചതിക്കല്ലേ, ഞാൻ ഫുള്ളാ. ഞാൻ പറഞ്ഞില്ലേ, ഫുള്ളാണേ ഫുള്ളാണേ കുഞ്ഞച്ചൻ ഫുള്ളാണേ ഫുള്ളാണേ. തനിങ്ങ ഒന്നേ പറയട്ടെ. ഇതെന്നെ യൂണിഫോമിൽ ഒന്ന് ഇരിക്കുന്നോ? തന്നെ ഒന്ന് ഇരുത്തി. അതിന്ന് ആദ്യം ഞാനൊന്ന് എണീക്കട്ടെ. വാ. അപ്പൊ എനിക്കിടണ്ട. അവ കുഞ്ഞച്ചന്റെ ഇടല്ലേ. ഡിക്കേ, താൻ എനിക്കിട്ടൊന്ന് പണിഞ്ഞു. ഞാനോ? ഞാൻ സാറിട്ട് എന്നാ പണിയാനോ? ഒട്ടം കളിക്കല്ലേ. മേലാപ്പിലിരിക്കുന്ന സകല പുല്ലന്മാരുടെയും വായിക്കിടക്കുന്ന തെറി മുഴുവനും കേട്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. താൻ ഒരുത്തം കാരണം. ഡിക്കേ, താൻ ആ കൊച്ചിനെ അവിടെ കൊണ്ട് താത്തി. ഏത് കൊച്ചു? ഇയാൾക്ക് തന്നെ പറ്റി? ഡിക്കേ, ആനിയുടെ കാര്യമാണ് ചോദിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാകാൻ മേലാഞ്ഞിട്ടല്ല. തന്റെ വണ്ടി ഹൈ റേഞ്ച് റോഡിൽ കിഴക്കമ്മല കയറി ഇറങ്ങിയത് വെറുതെ അല്ലെന്നും എനിക്കറിയാം. താൻ എവിടെ വേണേലും കൊണ്ട് പാത്തു വെച്ചോ, പക്ഷേ വിത്തിൻ അവേഴ്സ് ഞാൻ അതിനെ പൊക്കിയിരിക്കും. ചതിയാ താൻ കാണിച്ചത്. വിശ്വസ്തനായ കൂട്ടുകാരൻ അങ്ങനെ കണ്ടതിന്റെ പേരില തല പോയാലും വെളിയിൽ മിണ്ടാൻ പാടില്ലാത്തൊരു ഡിപ്പാർട്ട്മെന്റ് രഹസ്യം തന്നോട് മാത്രമായിട്ട് പറഞ്ഞത്. സുപ്പീരിയേഴ്സിന് മുമ്പ് ഞാൻ നാറിയെങ്കിലും ആ പെണ്ണെന്റെ കൈക്ക് വരും. കിട്ടുമ്പോ ചവിട്ടി അതിന്റെ നാവി ഞാൻ കലക്കുകയും ചെയ്യും. താൻ പറിക്കും, പഴം പറിക്കും. തന്റെ ഡിപ്പാർട്ട്മെന്റ് രഹസ്യം ചോർത്തിയെടുത്തിട്ട് ഞാൻ ട്രഷറി കൊള്ള ചെയ്തിട്ടൊന്നുമില്ല. ഒരു ക്രിമിനലിനെ രക്ഷപ്പെടുത്തിയിട്ടില്ല. ഷീ ഈസ് എ ക്രിമിനൽ. ഒരു കൊലപാതക കേസിലെ പ്രൈം അക്യൂസ്ഡ് എന്ന് താൻ പറയും, തന്റെ ഡിപ്പാർട്ട്മെന്റ് പറയും. എന്നിട്ട് അതിനുള്ള തെളിവുകൾ നിരത്തും. സത്യം അതല്ലെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടി ഒരു പാവത്തിന് ഫ്രെയിം ചെയ്യുകയും ചെയ്യും. ചെയ്ത് ശീലമുള്ളവരാ താനും തന്റെ വർഗവും. ഇത് പക്ഷേ ഡേവിഡ് സത്യം അറിഞ്ഞുപോയി. ഇനി കേരള പോലീസ് എന്ന ഗോലിയാത്തിനോട് ഈ ദാവീദാ യുദ്ധം ചെയ്യാൻ പോകുന്നേ. കവണെ കല്ലുവെച്ച് ഞാൻ നേറ്റിക്കടിക്കും. ബെന്നി പോളിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്ത കത്തി, അതായത് ആന എവിടെ കൊണ്ടുവന്നു എന്ന് പറയുന്ന കത്തി, അതിൽ ബെന്നി പോളിന്റെ രക്തക്കറ കണ്ടുവന്ന് FIR എഴുതി ചേർത്ത ആ തന്തയില്ലാ കഴിവേറുടെ മോന്റെയും അവനെ കൊണ്ട് ആ മറ്റേ പണി ചെയ്യിച്ച ആ ഏമാന്റെയും. അവൻ ആരും ആയിക്കോട്ടെ, ചെന്ന് പറഞ്ഞേക്ക്. നിയമത്തിന്റെ കണ്ണാടിച്ചിലിലൂടെ സത്യം പുറത്തു വരുന്നതുവരെ അവൾ ഈ ഡേവിഡ് ജോണിന്റെ പ്രൊട്ടക്ഷനിലായിരിക്കും. ആ സംരക്ഷണ വലയം ഭേദിച്ച് അവളെ കൊണ്ടുപോവാൻ എന്റെ പൊന്നു രാജഗോപാല, അതുകൊണ്ടേ ഇയാളതെ ഇച്ചിരി കൂടെ മൂക്കണം. എന്നാ പറഞ്ഞേച്ചും പോയി SP അദ്ദേഹം? ഇയാളുടെ അപ്പന്റെ പേരെന്നാ? ഋത്തിക് റോഷൻ. കൃഷ്ണൻ കർത്ത. ആ പുള്ളിക്കാരന് വയറ്റിന് ശരിക്ക് പോകുന്നില്ല. ഞാനൊരു ഒറ്റമൂലി പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതും ഒരു ബ്രഹ്മഹത്യയാണ്. എല്ലാവരും മനസ്സിൽ അഷ്ടാക്ഷരി അങ്ങനെ ജപിച്ചോളുക. ഇനി ഒട്ടും അമാന്തം വേണ്ട, അതിനങ്ങിട്ട് അമർത്തുക. എന്താ ഇത് പൊട്ടാത്തെ? എന്താ എന്ത് പറ്റി നോക്കട്ടെ. പൊറുക്കണം, മക്കളുടെ മൂഢത മാർപ്പാക്കണം. അത് ലൂസ് കോണ്ടാക്ട് ആയിരിക്കും. ഒന്നുകൂടെ ഞെക്കി നോക്ക്. ഒരക്ഷരം വേണ്ടി പോരുത്. മണ്ട ഗണേശൻ, കണ്ണു തുറന്ന് നോക്ക്. അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്നത് കാണുന്നില്ലേ? എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു.
ശപസൂര്യശോഭയിൽ തെളിയുന്ന ദ്രോണ നക്ഷത്ര കോടികൾക്കധിപനാം ദ്രോണ ഉദയത്തിലോംകാര ശംഖമാം ദ്രോണ ശരമാരിയാൽ ശിവനെ അർച്ചിച്ച ദ്രോണ ആരാ? ഏതാ ഈ അവതാരം? 10 അവതാരങ്ങളും ആണുങ്ങളായിരുന്നു. ആണുങ്ങളെ കണ്ടിട്ടില്ലാത്ത മണിയങ്കോട്ടെ അച്ചിക്കോന്തന്മാർക്ക് പുരുഷ പ്രജകളെ കണ്ടാൽ കണ്ണിൽ ഇരുട്ട് കയർ പിച്ചും പേയും പറയും. മാധവൻ, പട്ടാഴി മാധവൻ. ഇയാളെന്തിനാ ഇങ്ങോട്ട് വന്ന? അച്ഛനും മക്കളും വെച്ച പടക്കൊന്തേ പൊട്ടിയില്ലേ? രാവിലെ ഇല്ലത്തുനിന്ന് ഇറങ്ങുമ്പോ നെല്ലൂർമനെ കാറ്റത്ത് ധൂളിയാക്കി പറത്തിക്കളയാമെന്ന് വ്യാമോഹിച്ചു അല്ലേ? എനിക്ക് നെല്ലൂർമനെ ഇതുപോലെ കാണണമെന്ന് മോഹമുണ്ടെങ്കിൽ അത് തടയാൻ മാത്രം പോന്നവരല്ല മണിയങ്കോട്ട മണ്ണുണ്ണികൾ. മാധവൻ, പട്ടാഴി മാധവൻ, പട്ടാഴി മാധവൻ നമ്പൂതിരി. ഭഗവാന്റെ തിടമ്പ് പോലെ ചൈതന്യമുള്ള പട്ടാഴി മാധവൻ എന്തിനാ തിടുക്കപ്പെട്ടിപ്പ് ഇങ്ങോട്ട് വന്നത്? മന വാങ്ങാനോ അതോ കുഞ്ഞുണ്ണിയുടെ കൊലയറ കാണാൻ? അഞ്ചു പ്രാണനും അലറിക്കരഞ്ഞ് അപേക്ഷിച്ചാലും ഈ ദയന് ഞാൻ ആവർത്തിക്കില്ല. ഒരു ദിവസം അവസാനിപ്പിക്കും നിന്റെയൊക്കെ ധാർഷ്ട്യം ഞാൻ. പക്ഷേ അന്നും തീരില്ല എന്റെ വ്യസനം. അവനെ വിടുക. എന്താ വേണ്ടത് നിനക്ക്? എനിക്ക് വേണ്ടത് ഒന്നൊന്നായി ഞാൻ കൊണ്ടുപോകും. അതുവരെ കണ്ടുപോകരുതൊന്നിനെയും ഈ മുറ്റത്ത്. ഗുരുനാഥർ പറഞ്ഞ കേട്ടില്ലേ? ഇറങ്ങി പോവാ മുറ്റത്തുനിന്ന്. നീ ആരാടാ അത് പറയാ? നെല്ലൂർ മനയുടെ ആധാരം തൊട്ടുപോകരുത് എന്റെ കുട്ടികളെ. അവരിൽ നിന്ന് കിട്ടിയതുപോലിരിക്കും. ജീവച്ഛവമായി കിടക്കാൻ എണ്ണപ്പാത്തികൾ ഇനിയുമുണ്ടല്ലോ മണിയങ്കോട്ട്. ആധാരം കാണണോ? നല്ല ഒറിജിനൽ ആധാരം കൈവശമുള്ള അവകാശിയെ കാണുമ്പോൾ ഉള്ളുകാളിൽ താഴെ വീഴരുത് മണിയൻകൊട്ടുകാരനവന്. ഷാരടി മാമേ, ഒന്ന് കാട്ടിക്കൊടുക്ക്. നെല്ലൂർ മനയുടെ അവകാശി തുളസിമണി. മനസ്സിലായില്ലേ? നെല്ലൂർ ഹരിനാരായണന്റെ ഒരേ ഒരു മകൾ. ഗുപ്തൻ ഓർമ്മയില്ലേ ആ ദിവസം? അന്ന് ഹരിയുടെ തോളിലിരുന്ന 5 വയസ്സുകാരി പെൺകുട്ടിയെ ആർക്കും കൊടുത്തില്ല. മണിയങ്കോട്ട് സാവിത്രിയുടെ കണ്ണിപ്പോലും പെടാതെ ഇവളെ ഞാൻ ശാലത്തെ അടുക്കളയിലിട്ട് വളർത്തി ദുഷ്ടഗ്രഹങ്ങളുടെ ദൃഷ്ടിയിൽ നിന്നും ഒളിപ്പിച്ചു. സൂക്ഷിച്ചു നോക്കി മുഖത്തേക്ക്. ഇത് ഹരിനാരായണന്റെ മകളല്ലെന്ന് പറയാൻ പറ്റുമോ ക്രമൂപ്പീന്? പറ്റില്ല. പാവം ഈ ശാരൻ. 7 സമുദ്രങ്ങൾക്കപ്പുറം ഒളിപ്പിച്ചിട്ടും നീ രക്ഷപ്പെട്ടില്ലല്ലോ മോളെ. എത്ര ആവാഹിച്ചിട്ടും സാവിത്രി ഇറങ്ങി വരാത്തതിന്റെ രഹസ്യം ഇപ്പൊ മനസ്സിലായി. കാത്തിരിക്കുക അവള്. ചെല്ല്, വലതുകാല് വെച്ചങ്ങടെ കയറുക. ഈ തുളസിക്കതിരും സാവിത്രി പറിച്ച് തലേ ചൂടും. അതിനു മുമ്പ് സാവിത്രിയെ ചുട്ട് ഭസ്മമാക്കി നിങ്ങളുടെ നെറ്റിയിൽ ചാർത്തിയിട്ടുണ്ടാവും മാധവൻ. പഞ്ചഭൂതങ്ങളും അഷ്ടദിക്കുകളും 5 സ്വരൂപത്തിൽ വാഴുന്ന ഈശ്വരൻ സാക്ഷി. ഇന്ന് തുടങ്ങും നിന്റെയൊക്കെ രാപ്പനി. പോ, ചെന്ന് രാശി വെച്ച് നോക്ക്. നിന്റെയൊക്കെ ലഗ്നത്തിലും ചന്ദ്രനിലും മൃത്യു നിറഞ്ഞു നിൽപ്പുണ്ടാവും. പോ, വന്ന വഴിക്ക് പോകാൻ. മക്കൾക്ക് അച്ഛൻ വഴികാട്ടി കൊടുക്ക.
ആഴമറിയാത്ത ചുഴിയിലേക്ക് കാലെടുത്ത് വെച്ചു ഈ അച്ഛനും മകനും. ഇപ്പോ കുട്ടനും ഷാരണി മാമ മടങ്ങിക്കോളൂ. കുട്ടേട്ടൻ 4 ദിവസം കൊണ്ട് ഇതൊരു മനുഷ്യാലയമാക്കി ഞാൻ നിന്നെ ഏൽപ്പിക്കും. അതിന് സാധിച്ചാൽ മാത്രം പട്ടാഴിക്ക് മടങ്ങും. അല്ലെങ്കിൽ എനിക്ക് ചിത കൂട്ടാൻ കിഴക്കേ തൊടിയിലെ മാവ് പോലും വെട്ടരുതെന്ന് അമ്മയോട് പറയണം. ശവം പാഴ്വിറക് കൂട്ടി അതിലിട്ട് കത്തിച്ചു കളയണം. മുരളി, ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഇന്റലിജൻസ് അനാലിസിസ് വിങ്ങിന്റെ തലവൻ മലയാളിയായ പത്മഭൂഷൺ ഡോക്ടർ സുദർശനെയാണ് ഇവിടെ ഇപ്പോൾ മരിച്ച നിലയിൽ കാണപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഔട്ടർ ഡൽഹിയിൽ യമുനാ തീരത്ത് ഒരു ഫാക്ടറി പരിസരത്ത് വെടിയേറ്റ് മരിച്ച നിലയിൽ സ്വന്തം കാറിനുള്ളിലാണ് അദ്ദേഹത്തെ കാണപ്പെട്ടിട്ടുള്ളത്. കാറിനുള്ളിൽ കാണപ്പെട്ട രണ്ടാമത്തെ ജഡം ഇതിനകം തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർ സുദർശൻ മേധാവിയായ സ്ഥാപനത്തിലെ സീനിയർ അനലിസ്റ്റ് എമ്മ ജോൺ എന്ന യുവതിയുടെ മൃതദേഹമാണ് കാറിനുള്ളിൽ ഡോക്ടർ സുദർശനോടൊപ്പം കാണപ്പെട്ടിട്ടുള്ളത്. മുരളി, തികച്ചും ദുരൂഹമായ സാഹചര്യത്തിൽ ആലിംഗനബദ്ധരായ നിലയിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ ഇതിന്റെ ശരിയായ ദൃശ്യങ്ങൾ പകർത്താൻ മാധ്യമപ്രവർത്തകരെ ഇതുവരെ അനുവദിച്ചിട്ടില്ല. കനത്ത പോലീസ് സുരക്ഷയിലാണ് പരിശോധനയും തെളിവെടുപ്പും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം അനുവദിക്കാത്തത് സംബന്ധിച്ച് ഇപ്പോൾ പോലീസുമായി രൂക്ഷമായ തർക്കം നടക്കുന്നുണ്ട്. Sorry, we don't have orders. എന്റെ പൊന്നു സാറേ, നിവർത്തിയില്ല. മോളിൽ നിന്നുള്ള ഓർഡറാ. ഒന്ന് കളയുടെ കോപ്പേ, അവന്റെ മേളിൽ നിന്ന് ഒരു ക്ലാപ്പ്. മിസ്റ്റർ, എന്ത് പന്നത്തിനാണ് നിങ്ങൾ കാണിക്കുന്നത്? What the hell? Bloody! Sorry, take your hand off, you idiot! Sir, come on, salute me, sir. Come on, report. Sir, we were just trying to. Hey, Shanks! Yes, baby, boliye. He almost squeezed my knockers, yaar. അയ്യോ സാർ, ചുമ്മാ. Shut your mouth. Hey, ശങ്കർജി. Boss, tell me, boss. All we want in a few shots. അവിടെ ദാ ബോഡി കിടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ശങ്കർജിയുടെ ഒരു ബൈറ്റ് ലൈവ് ബാക്ക്ഗ്രൗണ്ടിൽ ബോഡികളൊക്കെ വെച്ചിട്ട്. Oh, sure. Come on. Hey, മാറിക്കോ, idiot. സാർ, മോളിൽ മിനിസ്ട്രിന്ന് വിളിച്ചു പറഞ്ഞോണ്ടാ ഞങ്ങൾ ഇവരെ. മോളിൽ നിന്ന് വിളിച്ചു തരടാ, നിന്റെ തന്തയോ? സാർ, മിനിസ്ട്രിന്ന് ജോസഫ് അലക്സ്. ജോസഫ് അലക്സ്. പുല്ലേ, ഈ അഴിച്ചിട്ടിരിക്കുന്ന മുണ്ടുണ്ടല്ലോ, ഇതെടുത്ത് ആണുങ്ങളെ പോലെ അന്തസ്സായിട്ട് മടക്കി കുത്താനും അറിയാം ജോസഫിന്. നിനക്കതറിയില്ല. ये कैसा आया इधर साला? Sir, हमको क्या पता? സാർ, ഓശി ഫോണിലെ. Come on. What's the commotion about? സാർ, പ്രസിനെ ഇങ്ങോട്ട് കയറ്റാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോ ഇവര് പെട്ടെന്ന്. ഓഹോ, അപ്പൊ കൽപ്പന സാറിന്റെയാ അങ്ങ് മോളിന്ന് പ്രസിനെ അങ്ങ് മലത്തിയേക്കാൻ അല്ലേ? സതീഷ് ചന്ദ്രൻ, സീനിയർ ഡൽഹി കറസ്പോണ്ടന്റ്, ഗ്ലോബൽ വിഷൻ. Sir, Deepa Mehta. I'll have a copy of your reports. Sir. സാർ, ബോഡി എടുക്കാൻ. Go ahead. സാർ, അതെ, സിവിൽ സർവീസിന് മാത്രമല്ല പ്രസിനും ഉണ്ട് ഇവിടെ അവകാശം. IAS ഏമാനങ്ങ് അക്കാഡമിയിൽ വായിച്ച് പഠിച്ചു കാണും.
Right to information, right to freedom of expression, freedom of the press. ഇത് Constitution of India Article 19(1)(a). ആ വലിച്ചു കെട്ടിയതിന് പുറത്ത് അവിടെ നിർത്തണവരെ. അയ്യോ, ചികയ്യറാ. ആ ചത്ത് കിടക്കുന്നവരാടാ നിന്റെ ഏമാന്റെ തന്തയാണ്ടാ. ചത്ത് കിടക്കുന്ന എന്റെ അപ്പനല്ല, അപ്പനേക്കാൾ വലിയവൻ. A man of impeccable records. A citizen of incorruptible patriotism. ശത്രു രാജ്യങ്ങൾക്കെതിരെ എന്റെയും നിന്റെയും നാടിന്റെ കണ്ണും കാതും ജാഗ്രത. ഡോക്ടർ സുദർശൻ, നിനക്കത് അറിയാതെ പോയി. Now get the hell out and clear up. ഇത് എന്റെ പഴയ തുക്കടി സാഹിബിന്റെ കോഴിക്കോടല്ല. മൈ ഡൊമൈൻ, മൈ ജൂറിസ്ഡിക്ഷൻ. കേസ് അന്വേഷിക്കുന്നത് എന്റെ ഏജൻസി, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻസ് ഡയറക്ടറേറ്റ്. ആൻഡ് മൈൻഡ് ഇറ്റ്, ഐ ആം ദി ഡെപ്യൂട്ടി ഡയറക്ടർ ഇൻ ചാർജ്. ഐ ആം ദി അതോറിറ്റി. സതീഷ്, കം. Wait, arrest him. For criminal trespass. പോലീസ് വലയം ഭേദിച്ച് അകത്ത് കടന്നതിന് സെക്ഷൻ 447 IPC. ശങ്കർജി, Come on. ജനിപ്പിച്ച സ്വന്തം തന്ത നാട് റോഡിൽ ചത്തുമലച്ച് കിടന്നാൽ ഇടിച്ചു കയറോ നീ? ഇതുപോലെ നിന്റെ പെങ്ങൾ, നിന്റെ ഭാര്യ, നിന്റെ ചോര, നിന്റെ മകൾ, നിന്റെ അമ്മയുടെ മറ്റേ വെക്കൂടാ നീ ഓടിക്കാമറ. യെസ്, പത്രത്തിനും ചാനലിനും മാത്രമല്ല, എനിക്കും നിനക്കും ഏതു പൗരനും ഈ കാണുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട് അവകാശം. റൈറ്റ് അഗൈൻസ്റ്റ് ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ പ്രൈവസി. അവനവന്റെ സ്വകാര്യത കാത്തുരക്ഷിക്കാൻ അവകാശം, ഫണ്ടമെന്റൽ റൈറ്റ്. ജീവിച്ചിരിക്കുന്നവനും ജഡത്തിനുമുണ്ട് അവകാശം. അനാദരവിനെതിരെ, ആൾക്കൂട്ടങ്ങൾക്ക് മുന്നിൽ തുറന്നു വെക്കപ്പെടുന്നതിനെതിരെ, അപമാനിക്കപ്പെടുന്നതിനെതിരെ. റൈറ്റ് അഗൈൻസ്റ്റ് ഇൻഡീസന്റ് എക്സ്പോഷർ. നിങ്ങൾ അസാൾട്ട് ചെയ്യുന്നത് സതീഷ് ചന്ദ്രനെയല്ല, പത്ര സ്വാതന്ത്ര്യത്തെയാണ്. ഓർത്തോ? പത്രസ്വാതന്ത്ര്യം. വായ പൊളിച്ച് കണ്ണു തുറച്ച് വസ്ത്രബന്ധമില്ലാതെ കിടക്കുന്ന ജഡമെടുത്ത് ന്യൂസ് ഡെസ്കിൽ മലർത്തി വെക്കാൻ അറപ്പില്ലാത്ത പത്രസ്വാതന്ത്ര്യം. റൈറ്റ് ടു ഇൻവെസ്റ്റിഗേഷൻ. കൊണ്ടാടിയ ക്രിമിനലുകളുടെയും ഫ്രോഡുകളുടെയും കൂട്ടിക്കൊടുപ്പുകാരുടെയും കുമ്പസാർ ക്ലിപ്പിംഗ്സ്. റൈറ്റ് ടു ഇൻഫർമേഷൻ. നാലാംകിട വേശ്യാരത്നങ്ങൾ നോടടെ ചവരാതിച്ചതിന്റെ കഥന പീഡന കഥകൾ. ബൈറ്റ്സ്, ബ്രേക്കിംഗ് ന്യൂസ്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. അടുക്കളപ്പുറത്തും കിടപ്പറയിലും കുളിപ്പുരയിലും പിന്നെ അടിപ്പാവാടയുടെ അപ്പുറം വരെ അനുവാദമില്ലാതെ ചെന്ന് കയറുന്ന സ്റ്റിംഗ് ഓപ്പറേഷൻസ്, ഒളി ക്യാമറകൾ, ഒളി ഫോൺ. റൈറ്റ് ടു യെസ്. പത്രസ്വാതന്ത്ര്യം. പത്രസ്വാതന്ത്ര്യം അവസാനിക്കുന്നത് ഇവിടെ, അറ്റ് ദ ടിപ്പ് ഓഫ് ദ സിറ്റിസൺസ് നോസ്. പൗരാവകാശത്തിന്റെ മൂക്കിന്റെ തുമ്പത്ത്. അതിനപ്പുറത്തേക്ക് കടന്നു കയറുന്നത് എന്തും പത്രസ്വാതന്ത്ര്യമല്ല. അട്രോസിറ്റി. ജേർണലിസം അല്ല, ജിങ്കോയിസം. മാധ്യമധർമ്മമല്ല, മാധ്യമ ഭീകരത. മീഡിയ ടെററിസം, മാധ്യമ നരഭോജിത്വം, മീഡിയ കാനിബാലിസം. നിന്നെ വളച്ചൊടിച്ച് വരുതിക്ക് നിർത്താൻ പഴയ തുക്കിടി സാഹിബിന്റെ പടുക്ക വേണ്ട. പദവിയും പത്രാസും ജൂറിസ്ഡിക്ഷനും വേണ്ട ജോസഫിന്. ഓനെ ചങ്കര, മണ്ടൻ മരങ്ങോടാ. മാറ്റമില്ല, മാറാൻ ഉദ്ദേശമില്ല, പണ്ടത്തെ പോലെ തന്നെ. മുണ്ടൊടുക്കാറുണ്ട് ജോസഫ് ഇപ്പോഴും. അതെടുത്ത് അന്തസ്സായിട്ട് ആണുങ്ങളെ പോലെ മടക്കി കുത്താറുണ്ട്. ജോസഫ് അലക്സ് തേവള്ളിപ്പറമ്പിൽ. ഈ കേസിന്റെ അന്വേഷണം ഒരു നൂലിടം മാറ്റി മറിച്ചാൽ I bloody slice you into shreds. ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. എന്ന് പറയരുത്. ഇതിൽ കേറിക്കോ. നിങ്ങളിപ്പോ എല്ലാം കൂടി കാക്കോത്തി പറിക്കുമ്പോൾ എന്താണ്? ഞങ്ങളിപ്പോ ഇതിലാ കയറണ്ട ചേട്ടാ. റോഡ് കിങ് കയറിക്കോ. ഇതേ റോഡ് ആദ്യം പോണത് അതാണോ? ഇത് തന്നെ. മൈത്രി പോയി 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് റോഡ് കിങ് പോകും. വണ്ടിക്കാരൻ വരുന്ന ആൾക്കാരെ മൈത്രി കയറ്റി ഒലത്തുന്നോ? ചക്കരേ, അവനോന് പാത്രം പോന്നവർക്ക് നേരെ പൊക്കണം കൈ. എവിടെ പൊക്കണം, എവിടെ ഇറക്കണം, നിന്നെ പഠിപ്പിക്കുക അയ്യാരാ. മനോജ് വണ്ടി ഇറങ്ങാം. വിളിച്ചു പറയണ സ്റ്റാൻഡിൽ നിന്ന് ആദ്യം പോകുന്ന റോഡ് കിങ് ആണെന്ന്. ഇനി ആർക്കും സംശയം വേണ്ട. സ്റ്റാൻഡിൽ നിന്ന് ആദ്യം പുറപ്പെടുന്ന റോഡ് കിങ് ആണ്. കയറിക്കോ മോനെ, കയറിക്കോ. വണ്ടി എടുക്കടാ. വണ്ടി എടുക്കടാ, മുന്നോട്ടെടുക്ക്. ഞാനൊന്ന് കാണോ. എന്റെ നെഞ്ചുമലയുടെ ഓടിച്ചു പോടാ എന്റെ റോഡ് കിങ്. വണ്ടി എടുക്കണം. എന്തേ കാലമരനിലെ ആക്സിലേറ്റർ മല് ബാറാ വണ്ടി എടുക്കണം.
സുൽത്താൻ കുഞ്ഞാക്ക അല്ലേ? അല്ല, സുൽത്താൻ വീട്ടിൽ സക്കീർ ഹുസൈൻ എന്ന കുഞ്ഞാക്ക. മിടുക്കനാണല്ലേ? ഏയ്, ബസ് കണ്ടക്ടറാ. മാറി നിൽക്കണം അങ്ങോട്ട്. ബുദ്ധിമുട്ടാ. 10-21 വയസ്സ് മുതൽ ഈ ബസ്സിലും സ്റ്റാൻഡിലും റോട്ടുമലും ഒക്കെ ജീവിച്ചോനാ ഞാൻ. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് മാറാൻ പറഞ്ഞ മാറാൻ ലേസം ബുദ്ധിമുട്ടാ സാറേ. വെറും ഒരാളല്ല, സ്ഥലം എസ്ഐ, നിയമപാലകൻ എന്ന് മലയാളത്തിൽ ചുരുക്കി പറയും. ആ സ്ഥാനത്തിനൊക്കെ അർഹിക്കുന്ന റെസ്പെക്ട് കൊടുക്കാൻ എനിക്കറിയാം. മുമ്പ് പലർക്കും കൊടുത്തിട്ടുണ്ട്. ചെലക്കുന്നു, ഇങ്ങോട്ട് മാറി. വേണ്ട, മേത്തോട്ടുള്ള കളി വേണ്ട ചക്കരെ. ഞാൻ ചെലക്കാൻ തുടങ്ങണുള്ളൂ. എല്ലാരും അറിയാൻ വേണ്ടി പറയണം. സർവ്വ നിയമവും ലംഘിച്ച് ബസ്സിലും ബസ് സ്റ്റാൻഡിലും റോട്ടുമലും ഗുണ്ടായുസം കാണിച്ച് നടക്കണ ഈ റോഡിംഗ് ബസിന്റെ മുതലാളിയാണ് ഈ നിൽക്കുന്ന സാജൻ ജോർജ് സാർ. ട്രാഫിക്കിൽ പുകയിലും പൊടിയിലും പൊരുവയിലത്തും പണിയെടുക്കണ എത്രയോ ട്രാഫിക് പോലീസുകാരെയും സബ് ഇൻസ്പെക്ടർമാരെയും കണ്ടിട്ടുള്ളതല്ലേ നമ്മള്. നാട്ടുകാരെ നെഞ്ചത്തുമ്പോ കൂടെ ഓടിക്കാൻ ബസ് പോയിട്ട് ചവിട്ടി അടക്കാൻ ഒരു സൈക്കിള് പോലും ഇല്ലാതെ പെൻഷൻ പറ്റി പിരിയുന്ന ആ സാധുക്കളുടെ ഇടയിൽ ഇമാതിരി ബസ് മുതലാളി ഉണ്ടാവണമെങ്കിൽ കൈക്കൂലി, അഴിമതി, പിടിച്ചോറി, സ്വാധീനം, ഉണ്ടായി ഇതൊക്കെ കൊണ്ട് എന്നേ പറ്റുള്ളൂ. വീടും പറമ്പും വിറ്റും കൊള്ളപ്പലിശക്ക് കടമേങ്ങിയും ബസ് സർവീസ് നടത്തി തുലഞ്ഞ ബസ് മുതലാളിമാരെയും ജീവിതം നടു റോട്ടിൽ ഹോമിക്കണ പാവപ്പെട്ട വണ്ടിക്കാരുടെ മേത്ത് കുതിര കയറാൻ വന്നാലുണ്ടല്ലോ. ബഹുമാനപ്പെട്ട സബ് ഇൻസ്പെക്ടറെ, നിങ്ങളുടെ വണ്ടിപ്പണിക്കാരെ തനി സ്വഭാവം അറിയും, ബസ് സ്റ്റാൻഡിലെ ശരിക്കുള്ള നിയമം അറിയും. തടിയെടുത്താ നിങ്ങളെ തടിക്കാനുള്ളത്. വേഗം എടുത്തോളി. ചക്കരെ പോ. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ചാരപ്രവർത്തനം വിജയിച്ചു. നിന്നെ സമ്മതിച്ചു മാവോ, സമ്മതിച്ചു. വെറും ഒരു മാൻ മിസ്സിംഗ് കൊണ്ട് എവിടെ എത്താൻ പോകുന്നില്ലെന്ന് തന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ. തുടങ്ങി വെച്ചാൽ ഫിനിഷ് ചെയ്തേക്കണം, വൺസ് ആൻഡ് ഫോർ ഓൾ. ഇതിപ്പോ തീരുമാനം എടുക്കുന്നവരെയുള്ള അറപ്പേ ഉള്ളൂ സാറേ, ഇനി മാറ്റമൊന്നുമില്ല. സംഭവം കഴിഞ്ഞാൽ വിക്രമൻ സാറും ഞാനും തിരുവനന്തപുരത്തിന് പോകും. ഒരാഴ്ചയായി ഞങ്ങൾ അവിടെയാണെന്ന് കാണിക്കുന്ന ഹോട്ടൽ ബിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ചേട്ടൻ ഒന്നും അറിയാത്ത പോലെ കളക്ടർ യോഗത്തിന് പറ്റണം. അതെ, ഇവനെവിടെ പോയി? ഇവിടെയെങ്കിലും ഇല്ല. വാ. ബോബി എന്റെ കയ്യിലുണ്ട്. എനിക്ക് വേണമെങ്കിൽ അവനെ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഹാജരാക്കാം. പക്ഷേ ആ ചെറുക്കനെ ഒളിച്ചു കിടത്തി ഇങ്ങ് മുങ്ങിയാൽ അതൊരു ആണത്തമാകത്തില്ല. എന്റെ ആശ്രിതനായിട്ട് പുറകെ നിർത്തിയതിന് എന്നോട് തോന്നിയ പകയാ നിനക്കെന്നല്ലയോ നീ പറയുന്നേ? നിന്റേതായിട്ട് നിനക്ക് എന്തുവാടാ ഉള്ളത്? ഞരമ്പിലോടുന്ന ചോരയും എല്ലിനകത്തെ മജ്യം കരളിലെ പിത്തവും പുറത്തുള്ള ദശയും ഒക്കെ ഞാൻ തന്ന പിച്ചയാടാ. നീ ഇപ്പൊ സ്വപ്നം കാണുന്ന 12.5 കോടി രൂപ ഉണ്ടല്ലോ, അതും ഞാൻ ഈ കോപ്പനോട് പറഞ്ഞുറപ്പിച്ച വിലയാ. നീ വെറും കാഴ്ചക്കാരനായിരുന്നു. അന്നും ഇന്നും എവിടെ? കാഴ്ചക്കാരന് കിട്ടിയ 2ാം സ്ഥാനം ഒന്നാമന്റെ മഹാമനസ്കതയാ. കണക്കുകൾ മറന്നുപോയെങ്കിൽ നിനക്ക് എഞ്ചുകൂടി വായിച്ചു തുടങ്ങാം. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. ദൈവത്തിനു. Yes, sir. He will be taken to task. Come in. Sir. ആ ഡോർ ബോൾട്ട് ചെയ്യ്. Sir. ആ ഡോർ ബോൾട്ട് ചെയ്യാൻ. ഇപ്പൊ കഴിഞ്ഞത് 24ാമത്തെ കോൾ. ഇന്ന് നേരം വെളുത്തപ്പോ മുതൽ നിന്റെ അട്രോസിറ്റീസിന്റെ പേരിൽ ഇനി നാളെ എംപ്ലോയീസ് കോൺഗ്രസിന്റെ വക ഇവിടെയും അങ്ങ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലും പ്രതിഷേധ യോഗം. ഇടുക്കിയിൽ ജോസിന്റെ ഭാര്യയും മക്കളും ഒടുങ്ങിപ്പോയതിന്റെ പേരിൽ അവന്റെ അമ്മയുടെ ആക്ഷൻ കമ്മിറ്റി വക 8 മണിക്കൂർ ഹർത്താൽ. ഇതെല്ലാം പോരാഞ്ഞിട്ട് DG അടക്കം സകല ഏമാമാരുടെയും തെറികൊണ്ട് അഭിഷേകം എനിക്ക്. നിർലോഭം നീ കാരണം.
എടുത്ത് മാറ്റണം എന്റെ മോന്തയ്ക്ക്. അവന്റെ ഒരു പുച്ഛം. സർ, നരി, പുലി, ഇടിയൻ, കടുവ. വലിയ പഥ്യമ നിന്നെ പോലുള്ള പെറ്റി ഓഫീസേഴ്സിനൊക്കെ ഇതുപോലെ ഓരോ ദുഷ്പേര് കേൾപ്പിക്കാൻ, എന്നിട്ട് അതിന്റെ പേരിൽ ഷൈൻ ചെയ്യാൻ, എന്നിട്ട് അതും വെച്ചോണ്ട് കണ്ടവന്റെ മുതുകത്തോട്ട് കുതിര കയറാൻ. അല്ലടാ സാറിന് എന്തിനാണ് സാർ എന്നെ വിളിപ്പിച്ചത്? അത് പറഞ്ഞില്ലല്ലോ ഇതുവരെ. ശബ്ദവൃത്തി സംസാരം എന്നോടല്ല, അത് താഴെ ശിഹാബിനെ പോലുള്ളവരോട്, കൺഫേർഡ് IPS-കാരോട്. അത്ര മതി, കേട്ടല്ലോ? സാർ, മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചൊരു സ്പെഷ്യൽ അസൈൻമെന്റ് തന്നു എന്ന് വിചാരിച്ചിട്ട് IG-യുടെ IPS-ന്റെ ഒന്നും തലയ്ക്ക് മുകളിലാവരുത അധികാരം. നിന്നെ പോലൊരു പെറ്റി അസിസ്റ്റന്റ് കമ്മീഷണർക്ക്, അത് നരിയായാലും പുലിയായാലും. അല്ലെങ്കിൽ തന്നെ താങ്ങി നിർത്തിയവനെ തള്ളി താഴേക്കിടാൻ എത്ര മണിക്കൂറാണ് നമ്മുടെ സ്റ്റേറ്റ് ചീഫിന്? സർ, ഇറ്റ്സ് നോട്ട് മൈ ബ്ലഡി ബിസിനസ് ടു കൗണ്ട്. ഇപ്പോഴും ഇതെന്താ നീ ഇങ്ങനെ? എന്താണ് നിന്റെ കോംപ്ലക്സ്? എന്തിനാ നിന്റെ ഈ ഫ്രസ്ട്രേഷൻ? കട്ട് ദ റോഡ് സർ. വാട്ട്? ഐ സെഡ് കട്ട് ദ റബ്ബിഷ് പ്ലീസ്. കഷ്ടം. എത്ര ശാസിച്ചാലും ശരി, എത്ര ഉപദേശിച്ചാലും ശരി, അടങ്ങില്ല. ആങ്കർ അൺബ്രൈഡൽ. അത് തന്നെയാ നീ ഇപ്പോഴും എപ്പോഴും, അല്ലടാ? സാർ വിളിപ്പിച്ചത് എന്തിനാണെന്ന് പറഞ്ഞില്ല. വിളിപ്പിച്ച് നീ നന്നാവോ എന്നൊന്ന് ശ്രമിച്ചു നോക്കാൻ, ഒരു ലാസ്റ്റ് ട്രൈ, ഒന്ന് സഹായിക്കാം. നരി, വൃത്തികെട്ടൊരു കേസായിരുന്നു. കണ്ടില്ലേ? ആണും പെണ്ണും കുട്ടിയും കുടുംബമടക്കം ഓരോന്നായിട്ട് തീർത്തോണ്ടിരിക്കാവന്മാര്, ശത്രുഭാഗത്ത് നിൽക്കുന്നവര്, അവരാരൊക്കെയാണെങ്കിലും. സർ, ഹെൽപ്പ് ചെയ്യാൻ തന്നെയാണ് വിളിപ്പിച്ചത്. സ്നേഹം കൊണ്ട്, ചില പഴയ കടപ്പാട്, ഏതെങ്കിലും ബെറ്റർ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രിയോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. നിന്നെ ഒഴിവാക്കി തരാം. യു ജസ്റ്റ് വിഡ്രോ ഓർ റാപ്പ് ഇറ്റ് അപ്പ്. ഇല്ലെങ്കിലോ സർ? ഇല്ലെങ്കിൽ പിന്നെ ജലപാലനെ നീ തല്ലിയ ഇൻസിഡന്റ്, ഫോറസ്റ്റുകാരുടെ സ്റ്റേറ്റ് വൈഡ് പ്രൊട്ടസ്റ്റ്, പിന്നെ നീ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ജോസിന്റെ ഫാമിലി ചത്തുമലച്ച് കുപ്പക്കാട്ടിൽ കിടന്ന അടക്കം, നിന്റെ നൊട്ടോറിറ്റിക്ക് എല്ലാം ചേർത്ത് ഒരു സസ്പെൻഷൻ, ഓർഡർ അടിച്ച് കയ്യിൽ വെച്ച് തരും. തൊപ്പി ഞാൻ ഊരി വെക്കും. തൽക്കാലത്തേക്കായാലും അതിനപ്പുറത്തേക്കായാലും. Then better you do it, sir. എന്താടാ? I said prove your balls. പാട്ടി തണ്ട തൊലഞ്ഞു പോലെ റോഡിൽ കിടന്ന് പൊട്ടിത്തെറിക്കണ്ടെന്ന ഒരു ഔദാര്യം കാണിച്ചപ്പോ ബീസ്റ്റ്, അനിമൽ, മൃഗം, നരാധമൻ. നരേന്ദ്രൻ എന്ന സാധാ സബ് ഇൻസ്പെക്ടർക്ക് ബീസ്റ്റ് എന്ന വിളിപ്പേര് കൽപ്പിച്ചത് ഒരു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാ. പണ്ട്, ഒരുപാട് കൊല്ലം മുമ്പ്, പഴയ ഹസൻ മൊയ്തീൻ കസ്റ്റഡി മരണ കേസ്. പറയണോ? പഴയതോരോന്ന് ഓർമ്മിപ്പിക്കണമെന്ന് ഞാൻ. IPS നോവൈസ് ബാലഗോപാൽ എന്ന് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ആസ് ട്രെയിനി. നരേന്ദ്രൻ എന്ന പെറ്റി സബ് ഇൻസ്പെക്ടർക്ക് സ്റ്റേഷൻ ചാർജ്. ചട്ടം പഴക്കാൻ ഇപ്പൊ താഴെയായി പോയ കൺഫേർഡ് IPS-കാരൻ മലപ്പുറം ഡെപ്യൂട്ടി SP ഷിഹാബുദ്ദീൻ. അന്ന് നിലമ്പൂരെ പഴയ പറ്റുപടിക്കാരി കെട്ടിലമ്മയുടെ പ്രീഡിഗിരിക്കാരി പുത്രിക്ക് ഒരു കത്ത് കൊടുത്തുപോയ വൈരാഗ്യത്തിന് അവരുടെ റബ്ബർ സ്റ്റേറ്റിന്റെ പുകപ്പുരയെന്ന് ഷീറ്റ് മോഷ്ടിച്ചു വന്ന കള്ളപ്പരാതിയിൽ ഹസൻ മൊയ്തീൻ എന്ന പാവം ഡിഗ്രി വിദ്യാർത്ഥിയെ നിങ്ങൾ ഒരു അർദ്ധരാത്രി കസ്റ്റഡിയിൽ എടുപ്പിച്ചു. എന്റെയും ഷിഹാബിന്റെയും എതിർപ്പിന് കൂസാതെ AR ക്യാമ്പിലെ വിറകുപുരയിൽ നിങ്ങൾ ഹസൻ മൊയ്തീനെ ചോദ്യം ചെയ്തു. ഒരു രാത്രിയും ഒരു പകലും മുഴുവൻ പാവം 19 വയസ്സുകാരനെ ഇരുത്തിയും കിടത്തിയും ഉരുട്ടിയും കീഴ്മേൽ കൊളുത്തിയും ഗരുഡൻ പുറത്തിയും ഭേദ്യം. ഒടുവിൽ അസ്ഥാനത്ത് ഒറ്റച്ചവിട്ടിന്റെ കയ്യബദ്ധം. രക്തം വാർന്ന് വീണ് വിളറിപ്പോയി നിരപരാധിയെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചത് സബ് ഇൻസ്പെക്ടർ നരേന്ദ്രൻ, നരാധമൻ, മൃഗം. സ്പെഷ്യൽ ലീവ് എടുത്തവന്റെ ദണ്ണക്കിടക്കയ്ക്ക് കാവൽ നിന്നത് 10 രാവും 10 പകലും നരേന്ദ്രൻ, ദ ബീസ്റ്റ്. 11-ാം പക്കം ഹസൻ മോദിന്റെ ചൂടറങ്ങിപ്പോയ കിളിന്ത് മയ്യത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് കിടത്തുമ്പോ പുറത്ത് മോർച്ചറി വരാന്തയിൽ ഇരുട്ടിൽ ഷിഹാബുദ്ദീൻ ഒരൊറ്റയാൾ സാക്ഷി, ബാലഗോപാൽ എന്ന യങ് ഡെഫ്റ്റ് ഡാഷിംഗ് ഡെബണയർ IPS പുതുമോടിക്കാരൻ നരേന്ദ്രൻ എന്ന പെറ്റി സബ് ഇൻസ്പെക്ടറുടെ ബൂട്ടിട്ട കാലിൽ കെട്ടി വീണ് കരഞ്ഞു. മൂക്കിന് താഴെ രോമം കെളുത്ത ഒരാണും കരയാത്ത പോലെ. അത്ര നാണം കെട്ട്, അത്ര അറപ്പിച്ച്. കഷ്ടിച്ച് 8 മാസം സർവീസ് തികച്ചിട്ടില്ലാത്ത പുത്തൻകൂറ്റുകാരൻ IPS ട്രെയിനിയെ പട്ടം കൈവിട്ടു പോകാതെ സംരക്ഷിച്ചെടുക്കാൻ ഡിപ്പാർട്ട്മെന്റിൽ വർഗബോധമുള്ള അപ്പർ ക്ലാസ് ബുദ്ധിശാലകൾ കച്ചകെട്ടി ഇറങ്ങിയപ്പോ വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ്സും റിപ്പോർട്ട്സും എന്തിന് ചത്തവന്റെ മൊഴി അടക്കം സകല റെക്കോർഡ്സും കീഴ്മേൽ മറിഞ്ഞു ഒറ്റ ദിവസം കൊണ്ട്. ഒടുവിൽ പെട്ടുപോയത് ഹസൻ മൊയ്ദിനെ കസ്റ്റഡിയിലെടുത്ത സ്റ്റേഷൻ ചാർജുകാരൻ സബ് ഇൻസ്പെക്ടർ നരേന്ദ്രൻ ഒറ്റയ്ക്ക്. ക്ഷമിച്ചത് സത്യം വിളിച്ചു പറയാൻ എന്റെ നാവിന് നട്ടല് പോരാഞ്ഞിട്ടല്ല, പുറത്തു തന്നത് മനസാക്ഷിക്ക് മലപ്പുറം പോലീസ് ക്യാമ്പിലെ പീരങ്കി മൈതാനത്തിന്റെ വിശാല വിസ്തൃതികളുകൊണ്ടുമല്ല. നരച്ച് ജലബാധിച്ചൊരു വൃദ്ധന്റെ കണ്ണീരിന് മുന്നിൽ നിശേഷം തോറ്റുപോയത് കൊണ്ട്. അതേടാ, തെരുവിൽ ബോംബ് പൊട്ടി തല തെറിച്ച് തൊലഞ്ഞുപോയ എന്റെ അച്ഛന്റെ പഴയ ചങ്ങാതി, സഹപാഠി, മേലാഫീസർ, റിട്ടയർഡ് SP മാരാർ നിന്റെ തന്തോ മുറ്റത്ത് വന്നു മകന്റെ ജീവിതം ഭിക്ഷ ചോദിച്ചപ്പോ
പറ്റില്ലെന്ന് മുഖമടച്ചാട്ടാനുള്ള പിറവി ദോഷം എനിക്ക് ഇല്ലാതെ പോയി. അച്ഛൻ എന്ന വാക്കിന്റെ അർത്ഥം എനിക്ക് അറിയാവുന്നത് കൊണ്ട്, അച്ഛന്റെ വില അറിയാവുന്നതുകൊണ്ട് നിനക്കത് ഇല്ലാതെ പോയി ബാലഗോപാല, ഇല്ലാതെ പോയി. കുറ്റം ചെയ്യാതെ ശിക്ഷ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവന് മാറി മാറി കോടതികൾ കയറി ഇറങ്ങാൻ നഷ്ടപ്പെട്ടത് ജീവിതത്തിലെ 10 കൊല്ലം. ഒടുവിൽ കൽപ്പിച്ച് 8 വർഷം കഠിന തടവ്, പിഴ. ഉത്തരവ് വായിച്ചു കേട്ട് കോടതി തിണ്ടയിൽ എന്റെ പാവം വക്കീൽ എന്റെ ഭാര്യ ബോധം കെട്ടി വീഴുമ്പോ അവളുടെ വയറ്റിൽ എന്റെ കുട്ടി ഉണ്ടായിരുന്നു. ഗർഭം തികയാതെ അവൾ പെറ്റുപോയവൻ, നിത്യരോഗി, ഇപ്പോഴും എന്റെ മകൻ. ഒടുവിൽ മേൽക്കോടതി ദയാദാക്ഷിണ്യത്തിൽ കുറ്റവിമുക്തനാക്കും വരെ വിറ്റ് തീറാക്കാൻ ഒരു താലി ചെയിൻ പോലും മിച്ചമില്ലാത്ത ഗതികേടിലും ഒരിക്കലും ഭിക്ഷയായിച്ച് ഒരു പൊട്ടിയുടെ മുമ്പിൽ പോയിട്ടില്ല. ഒരു യജമാനന്റെ മുറ്റം ചവിട്ടിയിട്ടില്ല നരേന്ദ്രൻ. പക്ഷെ ഇപ്പൊ നിനക്കെന്നെ സഹായിക്കണമല്ല. ഓർമ്മയുണ്ടോ, ഒരിക്കലൊരു രാത്രി എന്റെ വാടക വീട് അന്വേഷിച്ചു പിടിച്ചു വന്നു SP ബാലഗോപാലൻ. ഞാൻ ജയിലിൽ കിടക്കുമ്പോ എന്റെ ദുരിതം അന്വേഷിക്കാനല്ല, ഭർത്താവ് അകത്തും ചെറുപ്പക്കാരി ഭാര്യ പുറത്തുമായി പോയതിന്റെ ദുഃഖം തീർത്തു കൊടുത്ത് സഹായിക്കാൻ, എന്റെ ഭാര്യയെ ഒപ്പം കിടക്കാൻ ക്ഷണിക്കാനല്ലടാ. അതേടാ, അന്ന് അവൾക്കിത് തരാൻ കെൽപ്പില്ലാതെ പോയി. ഓങ്ങി വെച്ചതാ ഞാൻ ഒരുപാട് കൊല്ലം കൊണ്ട് ഒരു അവസരത്തിന് വേണ്ടി. ഫ്രസ്ട്രേഷൻ തീർക്കണം നിനക്ക്. എന്റെ കോംപ്ലക്സ് എന്താണെന്ന് അറിയണം നിനക്ക്. അതിനല്ലേ നീ വിളിപ്പിച്ചത്? ഐ ഹാവ് നോ ഫ്രസ്ട്രേഷൻസ്. ഒരു നിരപരാധിയുടെയും രക്തം പുരണ്ടിട്ടില്ല നരേന്ദ്രന്റെ കയ്യില്. എന്നിട്ടും ഒറ്റ മകൻ കസ്റ്റഡിയിൽ മരിച്ച ദുഃഖം ഇനിയും കുടിച്ചു തീർത്തിട്ടില്ലാത്ത ഹസൻ മൊയ്തീന്റെ വൃദ്ധരായ ഉമ്മയ്ക്കും പാപ്പയ്ക്കും എന്റെ തുച്ഛ വരുമാനത്തിൽ നിന്ന് ഇപ്പോഴും മുറതെറ്റാതെ ഒരു തുക എത്തിച്ചു കൊടുക്കുന്നുണ്ട് നരേന്ദ്രൻ. ഓരോ മാസത്തിലും ഒരു കുറ്റബോധമില്ല നരേന്ദ്രന്. ബട്ട് യു ഹാവ് ഫ്രസ്ട്രേഷൻസ്, യു ആസ്ക് ഇറ്റ്. അതുകൊണ്ടാണ് നീ എന്നെ വിളിപ്പിച്ചത്. പക്ഷേ ബാലഗോപാലൻ, മോർച്ചറിയിൽ ജോസിന്റെ ബോഡി കിടത്തിയതിനപ്പുറം എന്റെ മുന്നിൽ നിൽക്കുമ്പോ അസിസ്റ്റന്റ് പോലീസ് സർജൻ ഡോക്ടർ രത്നകുമാരി, നിന്റെ ഭാര്യ, അവരുടെ മുഖത്ത് ഞാൻ കണ്ട ഭീതി, അന്നൊരു 2 മിനിറ്റ് മാറ്റി നിർത്തി സംസാരിച്ചപ്പോൾ ഞാൻ കേട്ട ചങ്കിടിപ്പ്, അതിനിപ്പോഴും തെളിഞ്ഞിട്ടില്ലാത്ത അർത്ഥങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ പിന്നെ ബാലഗോപാലൻ സാറേ, ഐ വിൽ ഹണ്ട് യു ഡൗൺ. നിന്നെ വേട്ടയാടി പിടിക്കും. നരി, അനിമൽ. അന്ന് നിന്റെ തലയിലിരിക്കുന്ന തൊപ്പി, എന്റെ ഭിക്ഷ, നിന്റെ ഈ IPS, അതിന്റെ അലങ്കാരങ്ങൾ, അക്കലൈറ്റ്സ്, ആലഭാരങ്ങൾ അഴിച്ചു വെപ്പിക്കും നരേന്ദ്രൻ, ഓരോന്നോരോന്നോരോന്നായിട്ട്. അതേടാ, അതിനു മുമ്പ് എന്റെ തൊപ്പി നീ അഴിച്ചു വെപ്പിക്കുമെങ്കിൽ then come on, do it. Prove your balls, you should dare. അടുത്തതായി നന്ദി പ്രകടനമാണ്. അതിനായി കോസ്മോ ക്ലബിന്റെ സെക്രട്ടറി ശ്രീ ഡേവിഡ് ജോൺ കൊട്ടാരത്തിലിനെ ക്ഷണിക്കുന്നു. നീതിപീഠത്തിന്റെ പരമോന്നതിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന നിരവധി പേർക്ക് മുന്നിൽ അഭിഭാഷക വൃത്തിയുടെ അന്തസ് എന്നും ഉയർത്തിപ്പിടിച്ച് കർമ്മബദ്ധരായവരുടെ മുന്നിൽ ഞാൻ എന്താണ് പറയേണ്ടത്? നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ, നീതി പരിപാലന വ്യവസ്ഥയെ അത്യധികം ആദരിക്കുന്ന ഒരു സാധാരണ പൗരനായ ഞാൻ ഈ അടുത്ത കാലത്തുണ്ടായ ചില സംഭവങ്ങളെ ആധാരമാക്കി, ശ്രേഷ്ഠരായ ചിലരുടെ പ്രസ്താവനകളെ ആധാരമാക്കി ചില സംശയങ്ങൾ ചോദിക്കുക. തെറ്റുണ്ടെങ്കിൽ ബഹുമാന്യ സദസ്സ് സദയം പൊറുക്കുക. ഈ മഹാരാജ്യത്തിലെ ഏറ്റവും വലിയ സായുധ അക്രമി സംഘം പോലീസാണെന്ന് 40 വർഷങ്ങൾക്ക് മുമ്പ് അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന MN മുള്ള ഒരു വിധിന്യായത്തിലൂടെ പ്രസ്താവിക്കുകയുണ്ടായി. 40 വർഷങ്ങൾക്ക് ശേഷം ഗുജറാത്തിലെ സൊറാബുദ്ദീനെ അയൽ സംസ്ഥാനത്തിലെ മാർബിൾ ലോബിയുടെ വാടക കൊലയാളികളുടെ രൂപത്തിൽ വന്ന് കൊലപ്പെടുത്തിയത് അവിടുത്തെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. സൈക്കിളിൽ ഡബിൾ പോകുന്നവന്റെ പോക്കറ്റിൽ കൈയിടുന്ന മണൽ മാഫിയാക്കാരന്റെ ടിപ്പർ ലോറി ഓരോ ട്രിപ്പടിക്കുമ്പോഴും ഊഴം വെച്ച് പിച്ചക്കാശ് വാങ്ങുന്ന ചില ഏമാന്മാരെ നമുക്ക് മാപ്പ് കൊടുത്തു വിടാം. പക്ഷേ FIR തിരുത്തി നിരപരാധിയെ അപരാധിയാക്കുന്ന പോലീസ് ക്രിമിനലുകൾ ഇന്നും കാക്കിയിട്ട് നമ്മുടെ നേരെ മീശ വിരിക്കുന്നുണ്ട്. ഇവിടെ ഈ നിമിഷം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞാൻ ഒരു ക്രിമിനൽ കേസിലെ പ്രതിയാണ്. കുറ്റം ഒരു കൊലപാതക കേസിലെ പ്രൈം അക്യൂസ്ഡിനെ സംരക്ഷിച്ചു എന്നതാണ്. കൊലപാതക കേസിലെ പ്രതിയെന്ന് പോലീസ് പറയുന്ന പെൺകുട്ടിയെ സംരക്ഷിച്ചു എന്ന് ഞാനതിനെ തിരുത്തും. ആ പെൺകുട്ടിയെ ഈ സദസ്സിന് മുന്നിൽ ഞാൻ ഹാജരാക്കുന്നു. ബഹുമാന്യ നീതിപതികളെ, നിങ്ങൾ അതിന് സാക്ഷിയാണ്.
ഡോക്ടർ ബെന്നി പോളിന്റെ വധവുമായി ബന്ധപ്പെട്ട് പോലീസ് തിരയുന്ന പെൺകുട്ടി ഇതാണ്. ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഇവളെ അറസ്റ്റ് ചെയ്യാം. പക്ഷേ അത് അവളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ആകണമെന്ന് മാത്രം. അല്ലെങ്കിൽ നിങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത് മറ്റൊരു രക്തസാക്ഷിയാവാം. ബഹുമാനപ്പെട്ട സദസ്സിനെ ആ മഹത് വാക്യം ഞാൻ ഓർമ്മിപ്പിക്കുക. 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. இனிமே நீ தப்பிக்க முடியாது. தப்பிக்கலாங்கிற கனவு காணாத. டேய் வாய மூடுடா முண்டா. கிரனேட் சைனேட் கையில வச்சிட்டு கூத்தாட ஆடுற. ப்ளடி ஃபுட். பாய்ஸ் கவரிங் பொசிஷன் எடுக்க ஃபாஸ்ட். ശിവ, Sir, we commandos looking for a surprise element. And that surprise element is lost. നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? I have to look for the safety of my boys. I know, but the situation. I'll try to do something. Give me the wireless. All the hits, take position. Downside clear. Bravo in position. Roger, wait for my orders. மாவீரர்கள் மரிப்பதில்லை, விதைக்கப்படுகிறார்கள். புலிகளின் தாகம் தமிழீழ தாயகம். ശിവരസനെ കുറിച്ച് പുതിയ അയാൾ ഡൽഹിയിലുണ്ട്, വിശാഖപട്ടണത്തുണ്ടൊക്കെ ഡെയിലി തിരിച്ചു മറിച്ച് നിങ്ങൾ എഴുതി പിടിപ്പിക്കുന്നുണ്ടല്ലോ. I have nothing to tell you. That means you failed in your duty. ഈ കേസിലെ പ്രധാന കണ്ണിയായ ഡിക്സൺ ആത്മഹത്യ ചെയ്യുകയും ഇതുവരെ ശിവരസനെ പിടികൂടാതിരിക്കുകയും ചെയ്യുന്നത് SITയുടെയും പ്രത്യേകിച്ച് പ്രതികളെ ജീവനോടെ പിടികൂടാൻ ഉത്തരവാദിത്തപ്പെട്ട കമാൻഡോ ചീഫിന്റെയും പരാജയത്തെയല്ലേ സൂചിപ്പിക്കുന്നത്? ഞങ്ങൾ ജീവനോടെ പിടിച്ചവരുണ്ട് കസ്റ്റഡിയിൽ. പിന്നെ പരാജയപ്പെടുത്താൻ യു ആർ ഓൾസോ ട്രൈങ് യുവർ ലെവൽ ബെസ്റ്റ്. യു നോ, ഞങ്ങൾ അവരുടെ വയർലെസ് മെസ്സേജുകൾ ടാപ്പ് ചെയ്യുന്നുണ്ടെന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി പിടിപ്പിച്ചത് നിങ്ങളല്ലേ? അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവരവരുടെ വയർലെസ് സ്റ്റേഷൻ സൈൻ ഔട്ട് ചെയ്ത് പോയി. പത്രക്കാർക്ക് ശിവരസന്റെ വക പ്രശംസയും കിട്ടി. അതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് മാഡം ചെയ്യുന്നത്. ഡ്യൂട്ടി ചെയ്യുമ്പോൾ നാടിന്റെ ഗുണത്തിന് വേണ്ടിയാവണം, എങ്കിലേ അത് ഡ്യൂട്ടി ആവും. ഡ്യൂട്ടി നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യാത്തത് കൊണ്ടല്ലേ ഈ ദുരന്തമുണ്ടായത്? സുരക്ഷാ പാളിച്ചയാണെന്ന് അലിഗേഷൻ ഉണ്ടല്ലോ. സുരക്ഷാ പാളിച്ചയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആയിരുന്നെങ്കിൽ വിമാനാപകടത്തിൽ വെന്തുപിരിച്ച മകന്റെയും ഇപ്പൊ RDX എക്സ്പ്ലോഷനിൽ ചിഹ്നഭിന്നമായി പോയി ഈ മകന്റെയും അമ്മ സ്വന്തം സെക്യൂരിറ്റി ഗാർഡിന്റെ തന്നെ വെടിയുണ്ടേറ്റ് മരിക്കില്ലായിരുന്നു. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിന് നേരെ വെടിയുണ്ട ഉതിർക്കുന്നത്. സുരക്ഷാ പാളിച്ച. ലെറ്റ്സ് നോട്ട് ടോക്ക് അബൌട്ട് ഇറ്റ്. I just can't agree with that. കലാപം ഉണ്ടായപ്പോ സമാധാന കരാറിന്റെ പേരിൽ ശ്രീലങ്കയിൽ ഇടപെട്ട് ഇന്ത്യയുടെ ഡിപ്ലോമസിയുടെ തിരിച്ചടി തന്നെയാ ഇപ്പോൾ ഈ ട്രാജഡിക്ക് കാരണം. നിങ്ങൾ പട്ടാളക്കാർ കുറച്ചുകൂടി ചരിത്രം മനസ്സിലാക്കുന്നത് നന്ന്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തിൽ എല്ലാവരും സുഖമായിരിക്കണേന്ന് പ്രാർത്ഥിക്കുന്നവരുടെ നാടാണിത്. അല്ലാതെ തൊലിവെടുത്ത സായിപ്പന്മാരുടെ കൂട്ട് അന്യരാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കി അവിടെ അരാജകത്വം ഉണ്ടാക്കി ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കലല്ല. രാവണനെ കീഴടക്കി ആ രാജ്യം കൈയടക്കുകയല്ല ചെയ്തത്. വിഭീഷണ അധികാരം കൊടുത്ത് തിരിച്ചു പോരുകയാണ് ചെയ്തത്. ചരിത്രം മാത്രമല്ല, കുറച്ച് പുരാണം കൂടി പഠിക്കുന്നത് നല്ലതാ ജേർണലിസ്റ്റുകൾ. വാ നമ്മുടെ പക്ഷത്തോട്ട് തന്നെ ഇരിക്കേ. വന്നാട്ടെ. അപ്പോ പറയും നാരായണൻ,
എങ്ങനെ ഇരുപക്ഷത്തിനും ഛേദമില്ലാത്ത രീതിയിൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം? വെള്ളോടി മാഷേ, താങ്കൾക്ക് ഏത് രീതിയിലുള്ള നിർദ്ദേശങ്ങൾ വേണമെങ്കിലും മുന്നിൽ വെക്കാം. സ്വീകാര്യമെന്ന് തോന്നുന്നതിനെ സ്വാഗതം ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ്. എനിക്ക് മനസ്സിലാവാത്തത് എന്താ ഇത്ര വലിയ പ്രശ്നമെന്നാണ്. ഞങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം ഞങ്ങൾ വിൽക്കാൻ തീരുമാനിക്കുന്നു. അനാവശ്യമായി അതിൽ ഇടപെടുന്നവരാണ് പ്രശ്നം, അല്ലെങ്കിൽ അത് മാത്രമാണ് പ്രശ്നം. ശ്രീ ബേബി തോമസിന്റെ ഉടമസ്ഥതയിലുള്ള സെഞ്ചുറി ഗ്രൂപ്പ് അവിടെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന റിസോർട്ട് പൂർത്തിയാകുമ്പോൾ പെരുമാൾപുരത്തുള്ള മിനിമം 20 ചെറുപ്പക്കാർക്കെങ്കിലും ഒരു സ്ഥിരം തൊഴിൽ, അത് ശ്രീ ബേബി എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഈ നാടിന്റെ വികസനം ഒരു MLA എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആ കാര്യത്തിൽ താല്പര്യം കൂടുതലുണ്ട്. നാരായണൻ, വികസനം വേണം. നിലമ്പൂർ കാടുകളിലെ ചോലനായ്ക്കർ പല്ലിയെയും പഴുതാരയും പിടിച്ചു നിന്ന് വിശപ്പടക്കുമ്പോൾ വയനാട്ടിലെ ആദിവാസി ഒരു തുണ്ട് ഭൂമി ചോദിച്ചതിന് മുളവടി കൊണ്ട് തല്ലുകൊള്ളുമ്പോൾ കോളക്കമ്പനിക്കാരൻ ജലനിധി കൊള്ള ചെയ്ത് ആ വെള്ളം കക്കൂസ് കഴുകാൻ ഉപയോഗിക്കേണ്ട രാസവസ്തു കലർത്തി കുപ്പിയിലാക്കി വിൽപ്പനയ്ക്ക് വെക്കുമ്പോൾ അതിനോട് പുറംതിരിഞ്ഞു നിന്ന് മസാജ് പാർലറും മഴക്കുളിയും ഇൻസ്റ്റന്റ് കഥകളിയുമായി സഞ്ചാരികളുടെ കണ്ണും കാതും കുളിർപ്പിക്കാൻ അധികാരികൾ നടത്തുന്ന വികസനം. ആ വികസനാഭാസങ്ങളുടെ പുതിയ രൂപമാണല്ലോ തൈലം തിരുമ കേന്ദ്രങ്ങളും അതിന്റെ അനുബന്ധ മസാലകളും. വേണ്ട സർ, ആ പരിഷ്കാരത്തിന്റെ മാലിന്യങ്ങൾ മണ്ണിനെ സ്നേഹിച്ച്, പുഴയെ സ്നേഹിച്ച്, മരങ്ങളെ സ്നേഹിച്ച് ജീവിതം പുലർത്തുന്ന ഒരു നാടിന്റെ സംസ്കൃതിയിലേക്ക്, നന്മയുടെ ആ ഭൂമികയിലേക്ക് ചവറായി തള്ളരുതെന്നേ പറയാം. ഇതിനായി കേരളത്തിലെ 14 ജില്ലകളിലെ 10,000 ഗ്രാമങ്ങളിൽ നിങ്ങൾക്ക് വേറെ ഇടം കിട്ടില്ലേ? ഒരു പബ്ലിക് പ്രൊട്ടസ്റ്റ് ഈ പറഞ്ഞ ടൂറിസ്റ്റ് സെന്ററിന്റെ വരവ് തടഞ്ഞു എന്ന് വരാം. ബട്ട് അവർക്ക് ഈ പ്രോപ്പർട്ടി വിൽക്കണമെന്നുണ്ടെങ്കിൽ അത് തടയാൻ കഴിയില്ലല്ലോ നാരായണ. അതാണ് പറയുന്നത്. പുറത്ത് മറ്റാര് പറയുന്ന വിലയോ അതിൽ കൂടുതലോ കൊടുത്ത് തോട്ടം വാങ്ങാൻ നാരായണൻ തയ്യാറാണ്. പൊന്നും വിലയെങ്കിൽ പൊന്നും വില. അതെ, അതാണ് ലക്ഷ്യം. അതിനുള്ള മാർഗമാണ് ഈ സന്മാർഗികതയും പരിസ്ഥിതി സംരക്ഷണവും ഒക്കെ. ഇല്ല, ദേവരമഠൻ നാരായണൻ ഒരു പിടി മണ്ണിന് ഒരു ചാക്ക് പൊന്ന് പകരം തരാമെന്ന് പറഞ്ഞാലും വിൽക്കില്ല ഞങ്ങൾ. അത് വാശി. അപ്പൊ അത് വിറ്റ് കാശ് വാങ്ങലല്ല നിന്റെ ലക്ഷ്യം. ആരാധനാലയത്തിന്റെ വിശുദ്ധിയോടെ ഞങ്ങൾ സംരക്ഷിച്ചു പോരുന്ന ഞങ്ങളുടെ പെരുമാൾപുരത്ത് നിനക്ക് കൂത്താട്ടം നടത്താൻ ഒരു ആഫീസ് തുറക്കണം. അത് നടക്കില്ല മനേഗിരി. നടക്കും, നടത്തി ഞാൻ കാണിക്കാൻ നാരായണ. അതെന്റെ മണ്ണാണെങ്കിൽ. നിന്റെ മണ്ണ് ഓർമ്മയിലെ ബാല്യത്തിൽ അത് എന്റേതായിരുന്നു. അതിന്റെ ഉടമസ്ഥാവകാശം കൈമറിയുന്നത് അച്ഛന്റെ മരണശേഷമാണ്. ആ കളി എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്താ 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 അച്ഛന്റെ മരണം? എങ്ങനെയുള്ള മരണം? 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് 84 ആണ്ട് സ്വസ്ഥ ജീവിതം നയിച്ചിട്ട് കണ്ണടഞ്ഞ മരണമോ? കുത്തിക്കൊന്നതല്ലടാ നീ എന്റെ ഏട്ടനെ. കുറച്ചു നേരമായി ഞാൻ കേൾക്കുന്നു നിന്റെ ഗർവാണം. ആരാധനാലയം പോലൊരു നാട്, സ്വന്തം അച്ഛനെ കുത്തിക്കൊന്ന നീയാണോ അവിടുത്തെ പ്രതിഷ്ഠ? മൂപ്പിൽ കുഞ്ഞമ്പു എന്ന ഞാൻ ചോരയും നീരും വറ്റിച്ചും കേസും കൂട്ടവും നടത്തിയും വാക്കിനിടവില്ലാത്തടത്ത് കയ്യൂക്ക് കാട്ടിയും തന്നെ സമ്പാദിച്ചതാടാ ഇന്ന് ഈ കാണുന്നതൊക്കെ. അതിലൊരു പങ്ക് ഞാൻ വിറ്റുന്ന് വരും, ആർക്കെങ്കിലും ദാനം കൊടുത്തു വരും. അതിന് തട നിൽക്കാൻ നീ വളർന്നിട്ടില്ലടാ ചെക്ക. ഏട്ടന്റെ മോൻ, എന്റെ കൂടെ പിറന്നവന്റെ അന്തകനാണ് നീ. നിന്റെ തല കണ്ടപ്പോ തുടങ്ങിയതാ എന്റെ രാമൻകുട്ടി ഏട്ടന്റെ ദുർദശ. അല്ലെങ്കിൽ നിന്റെ തള്ളാന്ന് പറയുന്ന ചത്തുപോയ ആ തേവിടിച്ചിക്ക് പുടവ് കൊടുത്ത. മിണ്ടിപ്പോരുത് എന്റെ അമ്മയെ കുറിച്ച്. ആ അമ്മയ്ക്ക് വേണ്ടി അവരുടെ കണ്ണീര് കണ്ടുകണ്ട് നെഞ്ചു കലങ്ങിയാണ് 13-ാം വയസ്സിൽ ഞാൻ കൊലയാളിയായത്. എന്റെ അമ്മയെ അധിക്ഷേപിച്ചാൽ അതേത് ആനപ്പുറത്തിരിക്കുന്ന കുബേരനായാലും ജന്മി തമ്പുരാനായാലും മേടിക്കും എന്റെ ഇന്ന്. കുഞ്ഞമ്പൂ നായരെ പറയുന്നത് നാരായണനാണ്. ഒന്നുകൂടെ കേട്ടോളൂ. സഭ കൂടിയവർക്കും മറുപക്ഷത്ത് ആയുധമെടുക്കുന്നവർക്കും പടകുട്ടി പന്തം കെട്ടി വരാം. പെരുമാൾപുരത്തിന്റെ ഗോപുരവാതിലിൽ നാരായണൻ എന്ന ഞാനുണ്ടാവും. എന്നെ വീഴ്ത്തിയിട്ട് നല്ല തന്തയ്ക്ക് പറഞ്ഞ എത്ര പേരാ മണ്ണിൽ ചവിട്ടുമെന്ന് കാണാം. പാവളൊടി മാറാം. जी अभी आ रहा हूं पीएम, पूजा में था। जी आपको क्या रिलीव कर रहा है इन्वेस्टिगेशन ड्यूटी से जोसेफ सर? ऐसा कुछ सुना था मैं पीएमओ में कल सुबह। आशुतोष, यू मे लीव अस अलोन. अरे I don't take orders from ministers like you, sir. It's for the Prime Minister to order things around here. Shut your trap, you bloody Joseph.
Good morning, sir. Morning. Good morning, sir. I'm upset with your man GK, to put it bluntly. PM. He has made a complete mess of the investigation I entrusted him with. Sir, but... Have you any respect for protocol? I'm talking to my minister. Sir. Enna GK? Mudichidalama? PM. Podum. Even not an independent investigation. I'm calling it off. Sir, but if you don't mind... I do mind. Sir. I do mind. Sir. And the Delhi High Court incident. Enna peru GK? Annaka erandu ponna police officer Sir, Shankar. Tortured him so brutally. Apuram kolakku kodutu. Annaka etanna peru erandu ponadu courtulu. Enna GK? Sir, 4 പേര്. 4 innocent lives. Idakullu copy vechirika for your kind perusal. That was so rude, so unbecoming of you. Sir. And for such umpteen number of violations. Abuse of prerogatives, misuse of provisions, and for excessive use of power, particularly in Vidarbha Pratishthan. Babaji had a complaint. I am withdrawing my mandate. Really, ille. Ingeyu ille. Ulle. Jailakule irukka vendiyavanga jike. Onga in the most pampered officer. Sir, may I... No. இந்த விஷயத்தில் எனக்கு ஒரே ஒரு தீர்மானம். He is relieved of his duties. I suggest that you leave. Now, Sir. take your report. Sir, but I need to give... Out! Your time is up. Sir, no. What? Sir, എനിക്ക് പറയാനുള്ളതൂടെ കേൾക്കണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. How dare your voice scale that pitch, officer? Sir, I dare and I will. ആരുടെ മുന്നിലും എവിടെയും ഏത് സിംഹാസനത്തിന് മുന്നിലും ശബ്ദം ഉയരും ജോസഫിന്. Where I am to voice my conscience. ജോസഫ്, നീ ഇതാരോടായി? Sir, അറിയാം. But I deserve to be heard. അല്ലെങ്കിൽ എന്നെ പിടിച്ച് പടിക്ക് പുറത്തുള്ള കരിമ്പോച്ചകളെ വിളിക്കുന്ന ഒരു അങ്ങേക്ക്. സർ, വന്ന് കാണാൻ കൽപ്പിച്ചപ്പോ പഴയ രാജ്യസഭാ ബെഞ്ച്മേറ്റ് അലക്സാണ്ടർ പുത്രൻ അരയ്ക്ക് മുണ്ടുകെട്ടി ഓച്ചാനിച്ച് കാത്തുനിന്നത് ശങ്കറിന്റെ ദുർമരണത്തിന് മാപ്പ് ചോദിക്കാനല്ല, പെട്ടിക്കാരന്റെ പരാതിക്കും ചന്ദ്രമൗലീശന്റെ പരിദേവനത്തിനും വിശദീകരണം ബോധിപ്പിക്കാനല്ല, എക്സസീവ് യൂസിനും മിസ്യൂസിനും പിന്നെ അബ്യൂസ് ഓഫ് പ്രൊറഗേറ്റീവിനും പ്രധാനമന്ത്രി സമക്ഷം കുറ്റമേറ്റു പറയാനുമല്ല. ബട്ട് ഐ ഡിസർവ് എ പേഷ്യന്റ് ഹിയറിംഗ്, സർ. ഫോർ ഇറ്റ് കൺസേൺസ് യുവർ വെരി സേഫ്റ്റി, യുവർ വെരി ലൈഫ്. What nonsense. സർ, ഇറ്റ് ഇസ് എ നോൺസെൻസ് ഇൻഫർമേഷൻ. സർ, ഇന്ന് രാവിലെ അങ്ങേക്കും ഇദ്ദേഹത്തിനും അയച്ചു കിട്ടിയ ഇന്റലിജൻസ് ബോക്സിൽ എന്റെ റിപ്പോർട്ടും ഉണ്ട്. ഹാവ് യു എനി സെൻസ് ഓഫ് പ്രോട്ടോകോൾ എന്ന് എന്നോട് ചോദിച്ചത് അങ്ങയുടെ നാവുകൊണ്ട്. സർ, ഇന്ത്യൻ ക്യാബിനറ്റിലെ മൂന്നാമനും അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ മുതിർന്ന ബ്യൂറോക്രാറ്റും പ്രധാനമന്ത്രിയോട് രാജ്യരക്ഷാ രഹസ്യം പറയുമ്പോൾ അവിടുത്തെ ഈ കിച്ചൺ ക്യാബിനറ്റ് മെമ്പർ, സർ, ഐ സജസ്റ്റ് ദാറ്റ് ഹി ലീവ് നൗ ഓർ ഷാൽ ഐ? I don't mistrust my faith in him. Sir. Sir. കഴിഞ്ഞ 34 വർഷം എന്റെ കൂടെയുണ്ട് അവൻ, നിഴൽ പോലെ. Now come on. What's your itch? What's your botheration about my life? സർ, 74 വർഷം ഉഗാദിയും പൊങ്കലുമുണ്ട് ഈ ശുദ്ധ ജീവിതം. ശത്രുരാജ്യത്തിന്റെ ചാവേറുകൾ വെടിയുണ്ടകൾ കൊണ്ട് തുളത്ത് എന്റെ പ്രധാനമന്ത്രിയുടെ വിറങ്ങലിച്ച വൃദ്ധ ശരീരം ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിന്റെ ഗൺ കാരേജിൽ ഇങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുന്നത് ദുസ്വപ്നം കണ്ട് ചങ്കുപൊട്ടിയിട്ടല്ല, ശക്തിസ്ഥലിലെ ചന്ദനച്ചിതയിൽ ഖണ്ഡാചലം പരമശിവറാവു വെന്തു വെണ്ണീറാവുന്നത് കണ്ടു നിന്നാൽ എനിക്ക് നെഞ്ചു പിളർന്നു പോകാനുമില്ല ജോസഫ്. സർ, പക്ഷെ അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചാൽ പിന്നെ അടക്കത്തിനും ആദരവിനും ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിനും അടക്കം ഈ നാടിന്റെ ദരിദ്ര ഖജനാവിനുണ്ടാവുന്ന പാഴ്ചലവോർത്ത് ഭയന്നിട്ട് ദുഃഖം തോന്നിയിട്ട്. സർ, that's my concern. That's why I am bothered about your life. Oh. That's how you rate me. That's how you rate my government, my dreams, my life. Sir, unfortunately, yes. സർ, ഈ അടുത്ത കാലത്തും അങ്ങ് പ്രസംഗിച്ചു കേട്ടു, ഇന്ത്യ എന്ന കമ്പോളം, ഇന്ത്യ എന്ന ജനതയല്ല, ഇന്ത്യ എന്ന മാർക്കറ്റ് ചന്ത, സ്വന്തം കാലിൽ നിവർന്നു നിൽക്കുന്ന സുവർണകാലം, അങ്ങ് കാണുന്ന സ്വപ്നം, യുവർ ഡ്രീം, സ്വിസ് ബാങ്ക് അക്കൗണ്ടുകളിലെ കള്ളപ്പണക്കാരുടെ പേരും വിവരവും മേൽവിലാസവും വരെ മറച്ചു പിടിക്കുമ്പോഴും
ഇല്ലായ്മക്കാരന്റെ ഉപ്പിനും മുളകിനും മണ്ണെണ്ണയ്ക്കും ഉണ്ണുന്ന ചോറിനും വരെ ചുങ്കം ചുമത്തുന്ന സാമ്പത്തിക ശാസ്ത്രം. അവന്റെ റേഷൻ സബ്സിഡി റദ്ദ് ചെയ്യുമ്പോഴും IT പ്രഭുക്കന്മാർക്കും കോർപ്പറേറ്റുകൾക്കും പെട്രോളിയം കമ്പനികൾക്കും രാജ്യം തീരെഴുതുന്ന ലിബറലിസം. സർ, പിന്നെ ആണവോർജം, ICB മിസൈൽസ്, അന്തർവാഹിനികൾ, വോർഹെഡ്സ്, ഗ്ലോബൽ ന്യൂക്ലിയർ ക്ലബിൽ മെമ്പർഷിപ്പ്, പെട്ടിപ്പീടികയ്ക്ക് പോലും വിദേശ നിക്ഷേപം, ചന്ദ്രനിൽ ചെന്തൊട്ട സ്പേസ് ടെക്നോളജി. ഗ്ലോറീസ് ഓഫ് യുവർ ഏബിൾ ഗവർണൻസ്. സർ, കുപ്പത്തൊട്ടികൾക്ക് ചുറ്റും തെരുവ് നായ്ക്കളോട് കടിച്ചുകയറി മത്സരിക്കുമ്പോഴും ഒരു കൈ വറ്റിനും ഒരു എച്ചിലയ്ക്കും അവകാശമില്ലാതെ പോകുന്ന അനേക ലക്ഷം കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾ. ഏത് വിടനെ വലവീശി പിടിക്കണമെന്ന മത്സരത്തിന്റെ മാംസക്കമ്പോളത്തിൽ എയ്ഡ്സും സിഫിലിസും ഹെപ്പറ്റൈറ്റിസും ഏറ്റുവാങ്ങാൻ നിത്യവും എത്രയോ വട്ടം ഉടുമുണ്ടഴിക്കുന്ന സ്വപ്നങ്ങൾ. ഭാരത സ്ത്രീത്വം, ഭാവശുദ്ധി, ദ ഡ്രീംസ് ഓഫ് ഇന്ത്യൻ വിമൻഹുഡ്. ഒരു വെടിമരുന്നിന്റെ തരിമ്പ് വീണുപോയാൽ ആളിപ്പടർന്ന് എല്ലാം സംഭരിക്കാൻ പോകുന്ന ഇന്ത്യൻ യുവത്വത്തിന്റെ പൊള്ളുന്ന സ്വപ്നങ്ങൾ. ദ കളർലെസ് ഓർഡർലെസ് ഡ്രീംസ് ഓഫ് ദ ഡിപ്രൈവ്ഡ്, ഓഫ് ദ ഡൗൺട്രോഡൻ. സർ, സ്വപ്നം കാണാൻ പോലും ജന്മാവകാശമില്ലാതെ പോയവന്റെ സ്വപ്നം കണ്ട് പഠിക്കണം ഇനി അവശേഷിക്കുന്ന നാടുകളിലെങ്കിലും അങ്ങയെപ്പോലെയുള്ള ഭരണാധികാരികൾ. സർ, ഇനി അന്വേഷണം എവിടേക്കും ചെന്ന് കയറാം ഏത് നിമിഷവും. അതിന്റെ റൂത്ത്ലെസ്നെസ്സിൽ അങ്ങേക്ക് പരിഭവമുണ്ടെങ്കിൽ മൈ മോസ്റ്റ് സിൻസിയർ അപ്പോളജീസ് ഇൻ അഡ്വാൻസ്. പക്ഷേ ഇനി അങ്ങോട്ട് പബ്ലിക് അപ്പിയറൻസസ് അടക്കം അനുസരിക്കേണ്ടി വരും അങ്ങേക്ക്, അവിടുത്തെ ജീവൻ കാത്തുരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവരെ. സർ, നൗ ഇറ്റ്സ് യുവർ ഡിസിഷൻ. മൈ ഹംബിൾ സല്യൂട്ട്, സർ. ഈ മുറിയൊന്ന് പരിശോധിക്കണമല്ലോ. നോ, അത് നടക്കില്ല. ആ കെട്ടിയിരിക്കുന്നത് രക്ഷയാണ്, അടക്കം. അത് പൊട്ടിച്ചകത്ത് കയറി പരിശോധന നടക്കില്ല. അങ്ങനെ കയറി വാശി പിടിക്കല്ലേ, ഇത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണ്, പരിശോധിച്ചേ പറ്റൂ. പരിശോധന കഴിഞ്ഞ് നിങ്ങൾ പോവും. ഞങ്ങൾ കുറെ മനുഷ്യർ ഇവിടെ ജീവിക്കുന്ന കാര്യം മറക്കരുത്. മനസ്സിലായി? നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വിഷമം ഉണ്ടാക്കിയിട്ട് മുറി പരിശോധിക്കണമെന്നല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ പരിശോധിക്കാതെ നിവൃത്തിയില്ല. ആ മുറിയുടെ ഫോട്ടോയൊക്കെ പോലീസ് ഒരുപാട് എടുത്തിട്ടുണ്ട്, അത് നോക്കി പരിശോധിച്ചാൽ മതി. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം പറയുക, അതാണ് അതിന്റെ ഭംഗി. അതല്ലേ ശരി? ഈ രക്ഷ കെട്ടിയ ആളോട് തന്നെ നമുക്കതിന്റെ പോംവഴി ചോദിക്കാം. നിങ്ങൾക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ ചോദിക്കാം. കാപ്പറെ അറിയിച്ചിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം എപ്പോഴാ വരികയെന്നറിയില്ല. കാപ്ര വരട്ടെ, അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. കാപ്ര വരുമ്പോ അറിയിക്കാം, അപ്പ വന്നാ മതി. അത് പറ്റില്ലല്ലോ ഡോക്ടറെ, മുറി പരിശോധിക്കാതെ ഞങ്ങൾ പോവില്ല. എല്ലാമേ ഉടച്ചു പോച്ച്. കടവുള്ളി, അയ്യോ എന്താ ഇത്? എന്റെ ഭഗവതി, ഇത്രയും വലിയ ഷെൽഫ് എങ്ങനെയാ മറിഞ്ഞു വീണത്? ഷെൽഫല്ല, കൂരയും വീഴും. എന്തൊക്കെ ദുരിതങ്ങളാണോ ഇവിടെ നടക്കാൻ പോണേ. മനുഷ്യന് അഹങ്കാരം കൂടിയാ ഇതിനപ്പുറവും നടക്കും. എന്താണ് സംഭവിച്ചത്? ഞാൻ അടുത്ത മുറിയിൽ വേല ചെഞ്ചിട്ടിരിക്കുമ്പോ വലിയ ചത്തം കേട്ട് ഓടി വന്ന് നോക്കിയപ്പോ ദേ, കളി കാപ്രയോട് വേണ്ട. ചാക്കോ സർ, കാപ്രയ്ക്ക് എന്താ ഈ കുപ്പിയോടും ചില്ലിനോടും ഒക്കെ ഇത്ര ദേഷ്യം? ദേഷ്യമല്ല സർ, ഹോബിയാണ്. നോക്കി നിൽക്കാതെ തൂത്തുവാരി കളയടാ വേഗം. എന്താ ചാക്കോ സാറിന്റെ അഭിപ്രായം? നടന്നത് നാച്ചുറലോ സൂപ്പർ നാച്ചുറലോ? ഒരു സൂപ്പർ നാച്ചുറലും ഇല്ല സർ, ഒക്കെ നാച്ചുറലാ. ശരിക്കും എന്താ സംഭവിച്ചത്? ടൈമിംഗ് തെറ്റി, അണ്ണാച്ചിയുടെ ടൈമിംഗ് തെറ്റി. യെസ്, ടൈമിംഗ് തെറ്റി. ഞാൻ അടുത്ത മുറിയിൽ ജോലി ചെഞ്ചിട്ടിരുന്നപ്പോ വലിയ ചത്തം കെട്ട് ചെന്ന് നോക്കിയപ്പോ യഥാർത്ഥത്തിൽ വേലു ഉദ്ദേശിച്ചത് ഷെൽഫ് തള്ളിയിട്ട് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം നിലവിളിക്കാനാ. എന്നാലേ അടുത്ത മുറിയിൽ നിന്ന് ശബ്ദം കേട്ട് ഓടി വന്ന പോലെ തോന്നും. പക്ഷെ നടന്നത് ഷെൽഫ് തള്ളിയിടുന്നതിനോടൊപ്പം തന്നെ അറിയാതെ നിലവിളിച്ചു പോയി. മിന്നലൊടിയും കൂടെ ഒന്നിച്ചായി. വേലുവിനെ കൈയോടെ പൊക്കിയാലോ സർ? അണ്ണാച്ചി ഒന്നുകൂടെ കുഴയട്ടെ, നല്ല ചക്ക കുഴയുന്ന പോലെ. ഡോക്ടർക്ക് എങ്ങനെയാ ഇടയ്ക്കിടയ്ക്ക് ടൈമിംഗ് തെറ്റാറുണ്ടോ? ടൈമിങ്ങോ? എന്ത് ടൈമിങ്? അതൊക്കെ വഴിയെ മനസ്സിലായിക്കൊള്ളും. ഞങ്ങൾക്ക് ടൈമിംഗ് തെറ്റാറില്ല, തൽക്കാലം അത്രയും മനസ്സിലാക്കിയാൽ മതി. ഞങ്ങളോട് സംസാരിച്ചോലൊന്നും അദ്ദേഹത്തോട് കയറി സംസാരിച്ചു കളയരുത്.
ആളാരാണെന്ന് അറിയോ? തൃക്കണ്ണനാണ്, ശിവൻ. ഭസ്മാക്കിക്കളയും. ഓ, സൂക്ഷിച്ചോളാം. ഇപ്പോഴാണ് ശ്വാസം വീണ്. ഞാൻ എത്തിയില്ല, പിന്നെന്തിനാ ശ്വാസം മുട്ടുന്നത്? അതാണ് CBI-യിലെ ആളെയൊക്കെ മനസ്സിലായി. ഞാൻ സേതുരാമയ്യർ. ഇവരെ നിർബന്ധിച്ചിട്ടല്ല ഞാൻ വന്നത്. കാര്യമറിയാതെ വല്ലതും ചെയ്ത് ഒരു ബ്രാഹ്മണ ജന്മം പാഴാകരുത്. ആ ശാപം എന്നിലേക്കും വരും കുറച്ച്. അത് വേണ്ടെന്ന് കരുതിയിട്ടാ. വളരെ സന്തോഷം. ഈ മഹാമനസ്കത ഞങ്ങളുടെ ഇവിടുത്തെ ജോലി തീരുന്നത് വരെ തുടർന്നാൽ നന്നായിരുന്നു. മുകളിലത്തെ പൂജാമുരുടെ വാതിലൊന്ന് തുറന്നു തരണം. ഈ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങൾക്കെതിരെയുള്ള രക്ഷയാണത്. ഞാൻ കിട്ടിയത് ഞാൻ അഴിച്ചു മാറ്റില്ല. എങ്കിൽ ആ ജോലി ഞങ്ങൾ ചെയ്യേണ്ടി വരും. അതിനുള്ള ശക്തിയും ധൈര്യവും ഉണ്ടോ തനിക്ക്? നിങ്ങളുടെ നിയമവും കേസും മഹസറും സാക്ഷിയും കോടതിയൊക്കെ വേറെ, ഇതിന്റെ നിയമം വേറെ. പ്രകൃതിയിൽ ഉറങ്ങിക്കിടക്കുന്ന സൂക്ഷ്മ ശക്തികളെ അഹങ്കാരം കയറി വിളിച്ചുണർത്തിയാൽ അകത്ത് കിടക്കുന്ന സാധനം എന്താണെന്ന് എനിക്കറിയാവോ? രക്തയക്ഷിയാ. അവള് തന്റെ രക്തം ഊറ്റി കുടിക്കും. ഏതായാലും ഒരുപാട് രക്തം കൊതു കുടിക്കുന്നതല്ലേ, കുറെ യക്ഷ്യം കുടിക്കട്ടെ. ഇതിന്റെ നിയമം കുറെയൊക്കെ ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലാക്കിയാൽ മാത്രം പോരാ, നേരിടാനുള്ള പ്രതിരോധ ശക്തി, അറിവ്, വിദ്യ ഇതൊക്കെ ഉണ്ടോ കയ്യില്? അല്പമൊക്കെ അറിവ് ആർക്കും ഉണ്ടാവില്ലേ? എന്തൊക്കെ അറിയാം? അതെങ്ങനെയാ പറയാ? ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അറിയാവുന്നതാണെങ്കിൽ മറുപടി പറയാം. ബ്രാഹ്മണനല്ലേ, അവിടെ നിന്ന് തുടങ്ങാം. ഓ, ചോദ്യം: ബ്രാഹ്മണനാകാൻ യോഗ്യനാരാണ്? ഉയർന്ന ചിന്തയും ലളിതമായ ജീവിതവും നയിക്കുന്നവരാരും അതിന് യോഗ്യരാണ്. ചോദ്യം: ഗായത്രി ഒരു മന്ത്രമാണോ? അല്ല. കാരണം? ഗായത്രി വെറും മന്ത്രം മാത്രമല്ല, ഒരു മീറ്ററും കൂടിയാണ്. മീറ്റർ എന്ന് വെച്ചാൽ ഛന്ദസ്, ചൊല്ലേണ്ടുന്ന രീതി, സംഗീതത്തിൽ രാഗം പോലെ. ഗായത്രി എന്ന ഛന്ദസിൽ ചൊല്ലാവുന്ന മന്ത്രങ്ങൾ വേറെയുണ്ട്. ഏതും ചൊല്ലേണ്ടുന്ന രീതിയിൽ ചൊല്ലിയാൽ പൂർണ്ണ ഫലം കിട്ടും. നല്ലവണ്ണം വരുത്തനെ ഭഗവാനെ എന്നൊരാൾ പ്രാർത്ഥിച്ചു. അതിൽ നല്ലവണ്ണം ഒന്ന് അമർത്തി ചൊല്ലിയപ്പോൾ അയാൾക്ക് വണ്ണം കൂടി. മന്ത്രങ്ങളും അത് ചൊല്ലേണ്ടുന്ന വിധവും, ദാറ്റ്സ് മോഡുലേഷൻ, ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അത് മാത്രമല്ല, അതൊരു സയൻസ് കൂടിയാണ്. എവറി സയൻസ് ഈസ് റൂൾഡ് ബൈ സർട്ടൻ ലോസ്. ചോദ്യം: സൂര്യൻ ഉദിക്കുന്നത് കിഴക്ക് അല്ല. പിന്നെ? സൂര്യൻ എവിടെ ഉദിക്കുന്നുവോ അത് കിഴക്ക്. 360 ഡിഗ്രിയിൽ ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയും സൂര്യനും സ്വയം ചുറ്റുന്നുണ്ട് താനും. ഇവിടെ സ്ഥിരമായ ഒരു ദിക്കിന് എന്താണ് പ്രസക്തി? ഉദയം, അസ്തമയം, ദിക്ക്, ദിശ ഇതൊക്കെ വെറും സങ്കല്പങ്ങൾ മാത്രമാണ്. ദൈനംദിന ജീവിതത്തിലെ സമയാസമയങ്ങൾ തീർച്ചപ്പെടുത്താനുള്ള ഒരു കണക്ക്. വ്യാവഹാരിക സത്യം എന്ന് പറയും, ഹൈപ്പോത്തസിസ്. അവസാനത്തെ ചോദ്യം: പഞ്ചഭൂതങ്ങളിൽ അഗ്നി, ആകാശം, ഭൂമി, വായു, ജലം, ഇതിൽ പ്രാധാന്യം അഗ്നിക്കാണെന്ന് പറയുന്നു. കാരണം? അഗ്നി പ്രകാശമാണ്. പ്രകാശമാണ് എല്ലാത്തിൻ്റെയും സാക്ഷി. പ്രകാശമാണ് ഊർജം. ഊർജമാണ് ജീവന്റെ ആധാരം. അത് അഗ്നിക്കുള്ള വിശേഷണങ്ങൾ. ഞാൻ ചോദിച്ചത് മറ്റ് ഭൂതങ്ങളിൽ നിന്ന് അഗ്നിക്ക് മാത്രമായിട്ടുള്ള പ്രത്യേകത എന്താണെന്നാണ്, വ്യത്യാസം എന്താണെന്നാണ്. എളുപ്പമല്ല അതിനുത്തരം. തോൽവി സമ്മതിക്കാം. പഞ്ചഭൂതങ്ങളിലൊന്നായ നാം ശ്വസിക്കുന്ന വായു ശരീരത്തെ ശുദ്ധമാക്കുന്നു. പക്ഷേ സ്വയം അശുദ്ധമായി കാർബൺ ഡൈ ഓക്സൈഡായി പുറത്തേക്ക് വരുന്നു. അതുപോലെ തന്നെ ജലം അഴുക്കുകളെ ശുദ്ധീകരിക്കുന്നതിനോടൊപ്പം സ്വയം അശുദ്ധമായി മലിനജലമാകും. അഗ്നിയാവട്ടെ വസ്തുക്കളെ ശുദ്ധീകരിക്കുന്നതല്ലാതെ സ്വയം അശുദ്ധമാകുന്നതേയില്ല. മറ്റു ഭൂതങ്ങളിൽ നിന്നും അഗ്നിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അതൊരു ശാസ്ത്ര സത്യം കൂടിയാണ്. അതുതന്നെയാണ് എല്ലാ കർമ്മങ്ങൾക്കും അഗ്നി സാക്ഷിയാവാൻ കാരണം. അഗ്നിശുദ്ധി എന്ന് കേട്ടിട്ടില്ല. എല്ലാ അശുദ്ധിയെയും ശുദ്ധീകരിച്ച് സ്വയം അശുദ്ധമാകാതിരിക്കുക. വളരെ വലിയൊരു തത്വം തന്നെ ഉണ്ടതിൽ. അഗ്നയെ ഇതം നമമ.
പറഞ്ഞ മറുപടി ഒന്നിന്റെ ഉടമസ്ഥൻ ഞാനല്ല, ഏതോ കേട്ടറിവ്. ഇനി എന്നെ തോൽപ്പിക്കാനാണെങ്കിൽ അത് വളരെ നിസ്സാരമാണ് സാർ. ഒരു കൊച്ചുകുട്ടി വിചാരിച്ചാൽ മതി. ഉള്ളി ഉണ്ടാകുന്നത് ഭൂമിക്കടിയിലാണോ മുകളിലാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവിടെ നിന്ന് കൊച്ചിക്ക് എത്ര ദൂരമുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സേവിങ്സ് ബാങ്കിന് എത്ര ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പാനിപ്പട്ടി യുദ്ധം നടന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പെട്ടെന്ന് ഇവിടുത്തെ മന്ത്രിമാരുടെയും അവരുടെ വകുപ്പുകളും ചോദിച്ചാൽ ഞാൻ കൈ മലർത്തുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ അറിയുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ അറിയാത്ത കാര്യങ്ങളാണ്. അറിവുള്ളവരെങ്ങനെയായിരിക്കണം താൻ പറഞ്ഞില്ല, കാണിച്ചു. വലിയൊരു ഷോക്കാണ് നിങ്ങൾ എനിക്ക് തന്നത്. എന്തൊക്കെയോ ഉള്ളിൽ നിന്ന് കൊഴിഞ്ഞു പോയ പോലൊരു തോന്നല്. നിങ്ങളെ പലതരത്തിലും തോൽപ്പിക്കാൻ ശ്രമിച്ചവനാണ് ഞാൻ. മാപ്പ് തരണം, ക്ഷമ ചോദിക്കുന്നു. അയ്യോ, അങ്ങ് എന്നോട് ക്ഷമ ചോദിക്കുക, ഒരിക്കലും വരുത്. മനസ്സിലൊരു ശത്രുവിനെ കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പോകുന്നത് മിത്രത്തെയും കൊണ്ടാ. വരട്ടെ. ഇയാളെ വിശ്വസിക്കാം. ഇയാളുടെ പക്കൽ വിജ്ഞാനമുണ്ട്, അത് പ്രയോഗിക്കാനുള്ള വിദ്യയുണ്ട്. അതേ പെൺകുട്ടിയുടെ ശരീരത്തിന് വേണ്ടി ഹാജി നടത്തിയ എല്ലാ ശ്രമങ്ങളെയും മറികടന്ന് നിങ്ങൾ മുമ്പിലെത്തി. തന്തയ്ക്ക് പിറന്ന മകൻ, അതാണവൻ. തന്തയ്ക്ക് മുൻപേ പോകും. ചേരുവിന്റെ വീട്ടിലെത്തി ഹാജി അറിഞ്ഞു താൻ വൈകിപ്പോയി എന്ന്. ചാക്കിലെന്താ ബോണ്ടക്കൊപ്പയാ? അതോളി വടകരക്കുള്ള. എന്താ ഒരു സ്ത്രീയുടെ കരച്ചിൽ പോലെ? ടോർച്ചുണ്ടാ. ജീവനുണ്ട്. അപ്പോഴും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത മാണിക്യത്തിന്റെ ശരീരം, ഖാലിദ് നിങ്ങൾ കടിച്ചു കീറിയ ദേഹം, നിങ്ങളുടെ എച്ചിൽ വേലായുധനും കുഞ്ഞിക്കണ്ണനും പങ്കിട്ടു. എന്നിട്ട് ചേരുവിന്റെ വീടിന്റെ മുന്നിലുള്ള കശുമാവിൽ കെട്ടിത്തൂക്കി ആ മൃതദേഹം. പിന്നെയും അവർ പ്ലാൻ മാറ്റി. അപസ്മാരബാധയുടെ കഥയുണ്ടാക്കാൻ ചീരുവിനെ ഏൽപ്പിച്ച് തൊടിയിലെ മണ്ണിലേക്ക് എറിഞ്ഞു അവളെ. സൽപുത്രനെ രക്ഷിക്കാൻ ഹാജി ആവുന്നതെല്ലാം ചെയ്തു. രക്ഷിച്ചു മകനെ. മകൻ നേരെ അലിഗഡിലേക്ക്. ഫരീദ് ബിൻ അൽ അത്തറിന്റെ കാവ്യങ്ങൾ നുണഞ്ഞ് ഖാലിദിലെ കവിമനസ് ഉണർന്നു. ഖാലിദ് ഇന്ന് മഹാപണ്ഡിതൻ, ആതിഥേയപ്രിയൻ, ഗസലും മദ്യവും ഒഴുക്കി അതിഥികളെ തണുപ്പിക്കുന്നവൻ. മുരിക്കുങ്ങുന്നത്ത് അഹമ്മദ് ഹാജിയോ ഒരു നീചജന്മം പോലെ ചുവരിലെ ചില്ലുകൂട്ടിൽ. നിഗമനങ്ങളാണ് ഖാലിദ് സാഹിബ്, നിഗമനങ്ങൾ. ഒരു നാടൻ നായുടെ ഘ്രാണശക്തി മാത്രമുള്ള ഒരു പാവം കുറ്റാന്വേഷകന്റെ നിഗമനങ്ങൾ. ഹരിദാസ്, യെസ് ബിഗ് ബ്രദർ, ഫിക്സ് മീ ഡ്രിങ്ക്. നോക്കിയോ റെക്കോർഡ്സ് ഒക്കെ? സാർ കിട്ടിയിടത്തോളം. സർ, CI ജലപാലൻ ഡ്യൂട്ടിയിലാണ്, പക്ഷെ സ്ഥലത്തില്ല. ആരാ സ്റ്റേഷൻ ഇൻചാർജ്? അയ്യപ്പൻ നായർ ASI സാർ. ഇതേ ഫോണിൽ വിളിച്ചപ്പോ ഞാൻ അത് സാർ, ഇന്നലെ രാത്രി മാട്ടുപ്പെട്ടിയിൽ ഒരു റിസോർട്ട് റെയ്ഡ് ചെയ്തപ്പോ എന്നാണ് ചിരിക്കുന്നത്? ഓടിയോടിയാ ഞാന് നിങ്ങളുടെ മൊഴി എടുത്തോണ്ടിരിക്കുമ്പോഴാ ഇദ്ദേഹം. അയ്യപ്പനാരെ ചെവിന്ന ചീട്ടെടുത്ത് മാറ്റ്. എന്തോ ചെവിന്ന ചീട്ടെടുത്ത്. ആ, എന്നിട്ട് എവിടെയുണ്ട് CI ജലപാലൻ? അയ്യോ, ഇദ്ദേഹം വരുന്നു വിളിച്ചു പറഞ്ഞ അന്നേരം മുതൽ എങ്ങോട്ടും ഇല്ലാതെ കണ്ട് നിൽക്കുമ്പോഴാ
ദേണ്ടേ മുഖ്യമന്ത്രി കഞ്ചാവോട്ടം വെട്ടാൻ വരുന്നു. ടി വിക്കാർക്ക് ക്യാമറയെ പിടിക്കാൻ ഒത്ത സ്ഥലം കണ്ടുവെക്കണമെന്നും പറഞ്ഞ് ഇവിടെ പാർട്ടി ഓഫീസിൽ നിന്ന് വിളി വരുന്നത്. നിന്ന നിപ്പി വണ്ടി എടുത്തോണ്ട് ഒരൊറ്റ പോക്ക് പോയത് അസഹ്യം. നേരെ സർ, ഈ ജോസ് എങ്ങനെ ഉണ്ടായിരുന്നു ആള്? അയ്യോ സാർ, അങ്ങനെ ചോദിച്ചാല് അയ്യോ സാർ, ഈ ജോസ് എന്നൊരു കേൾവി എപ്പോഴും ഇങ്ങനെ നിൽപ്പുണ്ടെന്നല്ലാതെ അടിയോ പിടിയോ കേസോ അങ്ങനെ മുൻറെക്കാർഡായിട്ടൊന്നും ഇല്ല സാർ നമ്മുടെ സ്റ്റേഷനില്. നായര് നേരിട്ട് കണ്ടിട്ടുണ്ടോ ഈ ജോസിനെ എപ്പോഴെങ്കിലും? ഇല്ല സാർ. ഇതാരാ ഇയാള്? പമ്പിന്നുള്ള ബില്ല് പിടിക്കാൻ വന്നതാ, ഡീസൽ അടിച്ചെന്റെ. സോമിക്ക. ഇതാരാ നായരെ? ഈ കമ്പിളി കണ്ടം പാപ്പി? അത് സാർ ഈ ജോസ് എന്ന് പറയുന്നവന്റെ ചേട്ടനാ, കൊമ്പുവേട്ടക്കാരനായിരുന്നു. ആളിപ്പോ ഒരു 10-18 കൊല്ലം കൊണ്ട് തീർത്തും കിടപ്പാ സാറേ, മിണ്ടാനും എടുക്കാനും നോക്കാതെ. അപ്പൊ ഇതോ? ഇതാരായിരുന്നു നേരെ? ജോസ് സാർ. 87 ഒരു ഫോറസ്റ്റ് ഗാർഡിനെ വെടിവെച്ചതടക്കം 9 ക്രിമിനൽ കേസുണ്ട് നാളിതുവരെ ഈ ജോസിന്റെ പേരിൽ, ഇവിടെ മൂന്നാർ സർക്കിളിലുമായിട്ട്. പക്ഷെ ഒന്നിനും ഒരു രേഖയുമില്ല, ഒരു റെക്കോർഡ്സും ഇല്ല, ഒരു സ്റ്റേഷനിൽ. അല്ലേടാ? അയ്യോ സാറേ, അവന് മേളിലും താഴെ എല്ലായിടവും വലിയ പിടിപാടായിരുന്നു സാറേ. ഓരോ കാലത്ത് ഓരോന്നായിട്ട് തേച്ച് മാറ്റും കൊടുത്തതാ മുമ്പിരുന്നവര് ഓരോരുത്തന്മാര്. ജോസ് ഇവിടെ വരാറുണ്ട് മരിക്കുന്നത് വരെ. കൃത്യമായി തവണ അടയ്ക്കാറുണ്ട് ഓരോ വിളവിനും. ഓണം, വിഷു, തിരുവാതിര, പള്ളിപ്പെരുന്നാള്, ക്രിസ്മസ്, ഓരോ വിശേഷത്തിനും ഓരോ സീസണിലും ഓരോരുത്തർക്കും. താൻ കണ്ടിട്ടുണ്ട് ജോസിനെ, കൈ നീട്ടി വാങ്ങിയിട്ടുണ്ട്. അല്ലേടോ സാർ? പിന്നെ നേരത്തെ ചോദിച്ചോ പറയായിരുന്നേ? പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടോ അല്ലെ ജലപാലൻ സാർ? അതോ അതിന് മൗളി വല്ലവരും? ഇല്ല സാർ. അല്ലേ? എവിടോ ഡീസൽ അടിച്ച ബില്ല്? KL01GQ13932. ഇതാരോ വണ്ടിയാ? ഇന്ന് രാവിലെ ബങ്കിൽ വന്ന് ജലപാലൻ സാറ് ഡീസൽ അടിച്ചിരുന്നല്ലേ? അത്ഭുത പ്രവൃത്തിയൊന്നും അല്ലടോ. ഇന്ന് കാലത്ത് മുതൽ ബാറിലും ബങ്കിലും പെട്ടിക്കടകളിലും വരെ അന്വേഷിച്ചു ജലപാലൻ സാറിന്റെ ലീലാവിലാസങ്ങൾ. മുസ്തഫ അറസ്റ്റ്. അയ്യോ സാറേ, അയ്യോ കാല് പിടിക്കുന്നുണ്ടോ കഴുതേ? പെൻഷൻ വാങ്ങിയുള്ള വഴിയാണ് പിന്നെ തത്തളെ. ലോകം അവസാനിക്കും മുമ്പ് ജലപാലൻ പ്രത്യക്ഷപ്പെട്ടാൽ എന്നെ വന്ന് കാണാൻ പറയണം. മനസ്സിലായോ? മനസ്സിലായോ? ഏത് ഡീലിലും അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും നടക്കും. ആൻ എലിമെന്റ് ഓഫ് സർപ്രൈസ്. ഇയാളുടെ ചേട്ടൻ പണിക്കരുടെ മനംമാറ്റത്തെയും അങ്ങനെ കണ്ടാ മതി. ഇറ്റ്സ് നോട്ട് ബിഗ് ഡീൽ. സാർ എന്തുവായി പറയുന്നേ? ഈ കണ്ട കോടികൾ മുഴുവൻ കൊട്ടിക്കൊടുത്ത് ഇതിനായിരുന്നു. അയാളുടെ ഒരു മറ്റടുത്ത മാനസാന്തരം. നീ ഇത്രയ്ക്ക് പോഴനാന്നോടാ സണ്ണിക്കുട്ടി? അങ്ങനെ പെട്ടെന്നൊന്നും മാനസാന്തരപ്പെട്ട് പുണ്യാളനാവുന്ന ഊരും പരുവൊന്നും അല്ലല്ലോ വിശ്വനാഥ പണിക്കരുടെ. അല്ലേലും പണിക്കന്മാരുടെ കൂട്ടുകൃഷി നമ്മൾ എത്ര കണ്ടതാ. കൂടുതൽ ചുളയടിച്ചെടുക്കുവാനുള്ള ഒത്തുകളിയല്ലയോ മച്ചുനന്മാരുടെ ഈ കലഹം. തന്തയിലേക്ക പറയുന്നോടാ തമ്പി. സോമശേഖര പണിക്കർ കൈനീട്ടി പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഏറ്റ കാര്യം നടന്നിരിക്കും, നടത്തി കൊടുത്തിരിക്കും. അതിന്റെ ഇടെ പാഷാണപ്പണിയായിട്ട് ഇറങ്ങിയോണ്ടല്ലോ നിന്റെ കോള ഞാൻ പറിക്കും. ഹേയ്, ഈസി ഈസി. നമ്മുടെ പ്രോജക്റ്റ് മുമ്പിൽ കണ്ട് ഇവര് രണ്ടാളും ഒരുപാട് പാടങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. സർക്കാർ അനുമതിയോടെ കമ്പനി ഏറ്റെടുക്കുന്ന പാടങ്ങളുടെ ഉടമസ്ഥർ ഇവരാണെങ്കിൽ പരാതിയും പ്രതിഷേധവും കേസും വക്കാണവും ഒന്നും ഉണ്ടാവില്ല. ദാറ്റ് വാസ് ദ സ്ട്രാറ്റജി. ഓർക്കാപ്പുറത്ത് തന്റെ ചേട്ടൻ പണിക്കര് തിരിഞ്ഞുകൊത്തിയതോടെ മുടക്കിയ പണം വെള്ളത്തിലാവുമോന്ന് ഇവരുടെ പേടി. സാറേ, ഇങ്ങനെ ആദ്യ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്നലെ കൂടിയ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റിന്റെ നിർദ്ദേശം തള്ളി. എടുത്ത തീരുമാനത്തിലും കൊടുത്ത അനുമതിയിലും കമ്മിറ്റി ഉറച്ചു നിൽക്കുക. എനിക്കറിയാവുന്നതിലും മറ്റാർക്കറിയാവുന്നതിലും എത്രയോ നന്നായി അറിയാം തനിക്ക് വിശ്വനാഥ പണിക്കര്. ഇടഞ്ഞാൽ തളയ്ക്കാൻ പാടാ. പേടിക്കണം, ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും. ഏത് കൊലകൊമ്പനാണെങ്കിലും വാരിക്കുഴിയിൽ വീണതാ സാറേ, കര കയറത്തില്ല. നേർക്ക് നേരെ നിൽക്കാൻ ഒത്തില്ലെങ്കിൽ ചതി. എനിക്ക് പഥ്യം അതാ. എല്ലായിടത്തും അയാൾ ജയിച്ച് കയറുമ്പോ ആശ്രിതനെ പോലെ പിന്നിൽ നിന്നവനാ ഞാൻ. ഓരോ തവണയും മനസ്സ് മോഹിക്കും അയാളൊന്ന് വീണിരുന്നെങ്കിലെന്ന്. പിന്നെ ഞാൻ മാത്രം. ഞാൻ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. അയാളെ തീർത്ത് കെട്ടിയിട്ടേ അടങ്ങത്തുള്ളൂ ഈ സോമശേഖര പണിക്കർ. എടാ സോമോ, എന്നെ തീർക്കാൻ നീ ഒന്നുകൂടെ ജന്മം എടുക്കണം അച്ഛനാ. എന്റെ അച്ഛൻ പെങ്ങളുടെ ഗർഭപാത്രത്തിൽ ഭ്രൂണമായിട്ട് ഉരുവാകണം. ബീജം പക്ഷേ ആ അച്ചിക്കൊന്തൻ ദാമോദരൻ നായരുടേതാവരുത്. തണ്ടിക്ക് നിൽക്കുന്ന ചങ്കുറപ്പുള്ള ഏതെങ്കിലും ആണൊരുത്തൻ്റെതാവണം. ബിഗ് സർപ്രൈസ്. ഞാൻ പ്രസിഡന്റിനെ വന്ന് കാണാനിരിക്കുകയായിരുന്നു. ഒരിക്കലൊന്നിരുന്നാൽ, ഒന്ന് നെഗോഷിയേറ്റ് ചെയ്താൽ
നമുക്കിടയിലുണ്ടായ പ്രശ്നം പരിഹരിക്കാമെന്നാണ് എന്റെ വിശ്വാസം. പ്രലോഭനമാണ് ഉദ്ദേശമെങ്കിൽ തെറ്റി ഏക്കത്തില്ല. ഞാൻ വന്നത് തന്നെ കണ്ടൊരു കാര്യം നേരിട്ട് പറയാനാ. പഞ്ചായത്ത് അനുമതിക്ക് വേണ്ടി താൻ മുടക്കിയ കോടികൾ മുഴുവൻ ഒരണാ പൈ കുറയാതെ ഇവന്റെ കയ്യിലുണ്ട്. അത് തിരിച്ചു വാങ്ങിച്ചോണ്ട് വന്ന വഴി പോകാൻ നോക്കും. ഇവന്മാരെല്ലാം കൂടെ ഇങ്ങനെ മസിലും പെരുപ്പിച്ച് വട്ടവിട്ട് കൂടെ നിൽക്കുമ്പോൾ വേണ്ടാത്തൊരു ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ തോന്നും. കാര്യമില്ല. എന്റെ പഞ്ചായത്തിൽ നിന്ന് ഒരു നുള്ളു തറ പോലും തന്റെ കമ്പനിക്ക് കിട്ടുകയില്ല. കട്ടായം. വിശ്വനാഥൻ എന്നാണ് പേരെങ്കിലും പ്രസിഡന്റ് ഭരിക്കുന്നത് ഒരു ചെറിയ പഞ്ചായത്ത് മാത്രമാണ്. അതിന് വെളിയിലുള്ള ലോകം ഒരു സൂപ്പർ മാർക്കറ്റാണ്. അവിടെ എല്ലാം വിലയിട്ട് വിൽപ്പനയ്ക്ക് വച്ചിരിക്കുക. ഈ കച്ചവടത്തിൽ പ്രസിഡന്റിന്റെ നഷ്ടം ഞാൻ തന്ന കോടികൾ മാത്രമായിരിക്കില്ല, സ്വന്തം ജീവിതം കൂടിയായിരിക്കും. സാർ, എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ സിനിമ സ്റ്റൈലിൽ സാറിന്റെ പൂർവ്വചരിത്രം വിവരിക്കുന്ന ഒരു സൂപ്പർ ഡയലോഗ് കാച്ച പറയുന്നില്ല, മടുപ്പ. പൂർവ്വചരിത്രമൊന്നും പറഞ്ഞില്ലെങ്കിലും നിന്റെ മുഖത്ത് നോക്കുന്ന അരക്കഴിഞ്ച് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും നീ ഒരു ഭൂലോക ചെറ്റയാണെന്ന്. നീ നേരത്തെ പറഞ്ഞ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നീ വില കൊടുത്ത് വാങ്ങിയതാണ് നിനക്ക് ഇപ്പോൾ ഉള്ള തന്തയും കുടുംബപ്പേരും എന്നൊക്കെ എനിക്കറിയാം. കോട്ടും സൂട്ടും കൂളിംഗ് ഗ്ലാസും റോളക്സ് വാച്ച് കെട്ടിയതുകൊണ്ടൊന്നും ചീപ്പ്നെസ് പോകത്തില്ല. ഉടല് കേടാവുണ്ടെങ്കിൽ മാങ്കാട്ട് വിക്രമ കൂടും കൊടുക്കെടുത്ത് വേഗം സ്ഥലം വിട്ടോ. ഈ മുന്നറിയിപ്പ് ഞാൻ നിനക്ക് തരുന്ന മാക്സിമം മര്യാദയാ, സൗജന്യമാ. അതെ, അയാള് വരുത്തനാ, കുടുംബമഹിമ വില കൊടുത്ത് വാങ്ങിയവനാ. ഞാൻ അങ്ങനെയല്ല, നമ്മൾ ഒരേ ജനുസാ. അതുകൊണ്ട് നമുക്കെല്ലാം ഇവിടെ വെച്ച് തീർക്കാം. അല്ലെങ്കിൽ ഞാൻ നല്ല ബുദ്ധി തോന്നാൻ ദൈവത്തോട് പ്രാർത്ഥിക്കേ. എനിക്കിനി നിന്നെ ഒരു മനസ്താപവും ഇല്ലാതെ വിളിക്കേണ്ടത് വിളിക്കാം. എടാ പരമ മോനെ, എന്റെ അടുത്ത് നീ അഭ്യാസം ഇറക്കിക്കൊണ്ട് വന്ന എന്റെ അപ്പച്ചിക്കോതയ്ക്ക് ഒരു വാഴയില വെട്ടി വീട്ടിലെ നടുത്തളത്തിൽ തെക്കോട്ട് തിരിച്ചിടേണ്ടി വരും നിന്റെ ശരീരം കുളിപ്പിച്ച് കിടത്താൻ. എന്നെ കൊണ്ടത് ചെയ്യിക്കല്ലേ മച്ചുന. ഞാൻ തോളത്തിട്ട് വളർത്തിയ നിന്റെ കുഞ്ഞുങ്ങൾ അനാഥരായിപ്പോ. ഒരു വിചാരണ നടത്താനായിരുന്നല്ലോ അമ്മാവന്റെ ആഗ്രഹം. ആവാം, ഇപ്പോഴാവാം. ഞാൻ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. കൊട്ടാരത്തിൽ പട്ടാളം കയറുന്നൊന്നും ഇരിക്കേണ്ടായില്ല. നാട്ടിൽ അക്രമങ്ങൾ കൂടുന്നു, കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും വാഴുന്നു. ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് ഞാൻ. നാട്ടുകാരുടെ രക്ഷയ്ക്ക് കമ്പനി പട്ടാളത്തിന് ഒരു താവളം കൂടെ കിട്ടി. പഴശ്ശിക്കൊട്ടാരം കൊട്ടാരത്തിൽ കയറുന്ന കാര്യം കയറി കൊള്ളയടിച്ചു. കാലാകാലമായി നിലവറയിൽ സൂക്ഷിച്ചിരുന്ന ദ്രവ്യങ്ങളും ആഭരണങ്ങളും പട്ടാളം കൈവശപ്പെടുത്തി. അറിഞ്ഞല്ലോ. ഇപ്പോൾ കേരളവർമ്മയ്ക്ക് പാർക്കാൻ സ്ഥലമില്ല. നഷ്ടപ്പെട്ട മുതലുകൾ തിരിച്ചു കിട്ടാൻ ഒരു സങ്കട ഹർജി സമർപ്പിക്കാനല്ല ഞാൻ വന്നത്. തിരിച്ചു വാങ്ങും. കാവലില്ലാത്ത കൊട്ടാരത്തിൽ പാതിരാക്കി കയറി മുച്ചൂടും മുടിക്കലല്ല യുദ്ധം. പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇനിയൊരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമുണ്ടാവുമെന്നറിയില്ല. എന്റെ നഷ്ടമല്ല, നാടിന്റെ അവസ്ഥ കൂടെ അമ്മാവൻ അറിയണം. ഇംഗ്ലീഷ് കമ്പനി നിയമം പാസാക്കിയ ഞാൻ എന്ത് ചെയ്യും? കമ്പനി അത് ബോധ്യപ്പെടുത്തുന്ന ഉത്തരവാദിത്വം അവിടേക്കില്ലേ? ഇല്ലേ? ഇപ്പോൾ എടുത്തു വരുന്ന നികുതി അവിടുത്തെ അറിവോടെ വീണ്ടും വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ആളുകൾക്ക് താങ്ങാനാവില്ല. നാട്ടിൽ സർവ്വനാശമാണ് നടക്കുന്നത്. കൃഷിക്കാർ പലരും വീടും കൃഷിയിടങ്ങളും വിട്ട് പോയി കഴിഞ്ഞു, ആത്മഹത്യ ചെയ്യുന്നു. കമ്പനിയുടെ ശത്രു ഞാനാണിപ്പോ. നമ്മൾ തമ്മിലുള്ള യുദ്ധമായി അത് മാറരുത്. വന്നു പറയേണ്ടത് എന്റെ ചുമതലയാണ്. അതുകൊണ്ട് വന്നു പറഞ്ഞു. ഹായ് ഹായ്
ആരായത്? പട്ടാഴിയില്ലത്തെ ആത്തയമ്മയോ? ഇവിടെ നിന്റെ ഏതടത്തി ഇരിക്കണത്? പടിയിറങ്ങിപ്പോയ മൂശേട്ടെ. അച്ഛാ, ജയേട്ടാ, ഇങ്ങോട്ടൊന്ന് വേഗം വരിക. അനിയത്തി. ആഹാ, എന്താണ് നിനക്ക് ഇവിടെ കാര്യം? എടി എന്താണ്? അച്ഛന്റെ ആംഗ്ലമാരുടെ ഒക്കെ മുഖത്ത് ചവിട്ടി തേച്ച് ഇറങ്ങിപ്പോയല്ലേ നീ? മറന്നിട്ടില്ലൊന്നും. നേർന്നെറിയും കെട്ടവളെ. കണ്ടില്ലേ അച്ഛാ? ഇറക്കി ഇവിടെ പിഴച്ചവളെ. എന്താണാവോ വരവിന്റെ ഉദ്ദേശം? ഗുപ്തനും മക്കളും ചത്തു നശിച്ചോന്ന് കണ്ടുറപ്പിക്കാനാ? അപ്പൊ ഉറപ്പാണ് അച്ഛന് എല്ലാം നശിക്കുമെന്ന്? അവന്റെ അച്ചിപ്പണി ചെയ്ത് നടക്കുന്ന നീ ഞങ്ങളെ ശപിക്കുന്നോടി. അച്ഛാ, ഈശ്വരനെ കരുതി, എന്നെ കരുതിയിട്ടല്ല, അച്ഛന്റെ ഏട്ടന്മാരുടെയും നന്മയ്ക്ക് വേണ്ടിട്ട് പറയാ. മുഖവുര വേണ്ട. മാധവേട്ടനോട് ചണ്ടയ്ക്ക് നിൽക്കരുത്, എന്റെ ഒരു അപേക്ഷയാണ്. കേട്ടില്ലേ? ഇവള് പറഞ്ഞെന്റെ പൊരുളച്ഛന് മനസ്സിലായില്ലേ? നമ്മുടെ ചോരയ്ക്ക് വേണ്ടി ഇവള് ദാഹിക്കുന്നു. ലക്ഷണം കൊള്ളാം. ആദ്യം യുദ്ധം ചെയ്യാൻ കടവ് കടന്ന് വേളിക്കാരൻ വരുന്നു, പിന്നാലെ സമാധാന ദൂതുമായി സഹധർമ്മിണിയെ പറഞ്ഞയക്കുന്നു. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? മക്കളെ, പട്ടാഴിക്ക് ഭയം ബാധിച്ചിരിക്കണോ? മടങ്ങിക്കോളാ, ഇല്ലെങ്കിൽ നിന്റെ ശവം കൊണ്ട് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയും. അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ? ഇറങ്ങി പൊടി മൂദേവി. കംസജന്മം എത്ര അനുഭവിച്ചിട്ടും മതിയായിട്ടില്ല അല്ലേ? അതേടി, ഞാൻ കംസൻ തന്നെയാ. ഈ അടിവയറ്റിലൊരു കൃഷ്ണുണ്ണി വളരുന്നുണ്ടെങ്കിലേ വലുതാമ ഇങ്ങോട്ട് പറഞ്ഞു വിട്. ഈ ജയൻ ഇവിടെ തന്നെ ഉണ്ടാവും. ബാക്കി അവനോട്. അത്രയും ആയുസ് നിനക്കില്ല ജയ. തൊടില്ല നീ. വഴിതെറ്റിയിട്ടായാൽ പോലും ജീവിതത്തിൽ ഒരിക്കലും ഇനി ഈ മുറ്റത്ത് കാലുകുത്തരുത്. മനസ്സിലായോ? അനന്താ, ഇത്രയും വണ്ടിയിലേക്ക് കൂട്ടുക. ഏതൊരു പെണ്ണിനും സ്വന്തം വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുമ്പോ ഒരു വിശ്വാസമുണ്ട്. എത്ര വെറുത്താലും അവമാനിച്ച് ആട്ടിയിറക്കി വിടില്ല. നിങ്ങളത് തകർത്തു. വെറി പിടിച്ച നിങ്ങളുടെ മനസ്സ് പിതൃസ്ഥാനത്തിന്റെ മഹത്വം മറന്നുപോയിരിക്കുന്നു. സൂക്ഷിച്ചോ ചിത്രഗുപ്ത, നിങ്ങളുടെ കൈവെള്ളയിൽ 1000 രേഖ. സാവിത്രി, ഇവന്റെ നെഞ്ചു വലിച്ചു കീറി ചങ്കെടുത്തെന്റെ മുന്നിൽ വെച്ചു തരൂ, എങ്കിലേ എനിക്ക് തൃപ്തിയാവൂ. പെറ്റ തള്ളയെ വിളിച്ച് നെഞ്ചിലിടിച്ച് ഓരിയിടാൻ ഇനിയും അവസരമുണ്ടാവും. അപ്പ മതി മുക്ര. ഓ, ഇതാണല്ലേ ആ മാതാമഹൻ, കാരണവരുടെ വാടകക്കൊലയാളി. ഒളിസേവയ്ക്കിറങ്ങുന്ന ഈ ദുർദേവതയെ കണ്ടാൽ രണ്ടായി വലിച്ചു കീറും മാധവൻ. ഓർത്തോ? പടച്ചോനെ, എന്തെത്തത്? നെറ്റി മുറിഞ്ഞിക്കണല്ലോ. വാസുട്ടിയെ, ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ചെയ്തതാ. അതിനോ മുന്നേ പോയില്ലേ? കുഞ്ഞാക്കട മുമ്പിൽ വേറൊരു കിങ് വേണ്ട, കൂട്ടണം. നിങ്ങളുണ്ടെങ്കിൽ നമ്മളും ഉണ്ട് നിങ്ങളവിടെ. മോനെ വണ്ടി കയറ്റി ആരാണ്ട. ആ, നിങ്ങൾ ഇറങ്ങിക്കോളി, കൂട്ടിയാ കൂടൂല.
ഇങ്ങോട്ട് ഇറങ്ങടാ. ഏതപ്പ നേരം ഇന്നേരത്തെ തന്റെ വണ്ടി അങ്ങനെ എവിടെ എത്തി? അതിന് നമുക്കൊരു കളി വേറെ കളിക്കാണ്ട് അതവിടെ വെക്കട്ടെ. ഈ ചെക്കനെ ഈ ബസ്സൊന്ന് തള്ളിട്ടു. നാട് റോട്ടുമ്പിലും മനുഷ്യക്കുരുതികളാ നമ്മൾ പ്രൈവറ്റ് ബസ്സുകാരെ മത്സര ഓട്ടം കൊണ്ട് നടക്കണതേ. അവന്റെ കയ്യോ കാലോ ജീവനോ പോരുന്നെങ്കിൽ ഓന്റെ തന്തക്ക് നടക്കും. ഈ തിരിച്ചു കൊടുക്കും അവനെ. അത് ഓനെ തന്തയോ? അത് ഓക്കെ, പോകാം. അങ്ങനെ അങ്ങ് ഷൈൻ ചെയ്ത് പോകാൻ പറ്റോ സുൽത്താനെ? കണ്ടീഷനുള്ള വണ്ടി ആകുമ്പോ റോഡിലോടി 10 കാശുണ്ടാക്കും. അങ്ങനെ ഓടാനേ അശോക റോഡ് എന്റെ തറവാട്ട് വകല്ലോ. പിന്നെ എന്റെ വാപ്പാന്റെ വകയാ. അശോക അനക്ക് വിളമ്പി വെച്ച് ഈ തിന്നു. മറ്റുള്ളവരുടെ കൈയിട്ട് വരാമെന്ന ചക്കര ആ കൈ ഞാൻ വെട്ടും, ഉറപ്പാ. വെട്ടിയാ മുറിയാണ്ടിരിക്കാൻ ഉരുക്കൊന്നുമില്ല എന്റെ കൈ. 4 ഫുൾ ടിക്കറ്റിന് വേണ്ടിട്ട് റോട്ട് മലിട്ട് ഓടിക്കുകയും ചവിട്ടി തള്ളിട്ട് നെറ്റി പൊട്ടിക്കുകയും ചെയ്യണ ഈ മക്കളില്ലേ, ഇതൊക്കെ ആരാന്ന് എന്റെ വിചാരം? അണക്കൊന്നും ഇനി വലിയ വളർച്ചയിലൂടെ കൈ. ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ, ചക്കർ, അങ്ങനെ 3-4 കഴിഞ്ഞ നമ്മളെ കഥ. ഇതൊക്കെ വളരാനുള്ള മക്കളാ. ഈ മക്കളെ വില മനസ്സിലാക്കാനേ തന്ത ആകണമെന്നില്ല, തന്തക്ക് ഉണ്ടായ മതിയോ. ആക്സിലേറ്റർ മേൽ കാലമർത്തി മുന്നോട്ട് പായുമ്പോ എപ്പോഴും ഒരു സടം വരയ്ക്കുന്ന സാധ്യത ഉണ്ടെന്ന് ഓർത്തോ. എത്ര വണ്ടി എങ്ങട്ടെല്ലാം പോയ റോഡാ മുന്നിൽ കിടക്കണത്. കാണാട്ടാ. കൊച്ചമ്പ്രാൻ അംഗം ജയിച്ച് ഇപ്പൊ എത്തും തിരുമേനി. എന്നിട്ട് എവിടെയോ വിജയജ്യോതി? കൈപിഴയ്ക്കാതെ കാര്യം നടന്ന അച്ഛനെ അറിയിക്കാൻ അക്കരെ നിന്ന് ടോർച്ച് തെളിയിക്കാന്ന് പറഞ്ഞാണല്ലോ ഗിരീശൻ. ഇക്കണ്ട നേരമായിട്ട് തെളിഞ്ഞില്ലേ ആ ജ്യോതി? അത് ഇപ്പൊ തെളി കണ്ടോളൂ. പട്ടാഴി തിരുമേനിയല്ലാതെ ആദ്യമായിട്ടാ നെല്ലൂർ കുളത്തിൽ വീണ ഒരാൾ ജീവനോടെ. തമ്പ്രാനെ അയ്യോ കൊച്ചമ്പ്രാൻ. തമ്പ്രാനെ എടുത്തോ മോനെ. ജയ 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 വിളിക്കണ്ട, വിളി കേൾക്കില്ല. മഹാഭാവി, എന്റെ മോനെ നീ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുണ്ണിയെ കഴുത്തറുത്ത് കൊന്നതുപോലെ ഈ ദുഷ്ടനെയും കുളത്തിലിട്ട് കഴുത്തറുത്ത് കൊന്നു മണിയൻകോട്ട് സാവിത്രി. അങ്ങനെ വിശ്വസിക്കും. അതാണ് ശരി. നീയാണ് കൊന്നത്. ആ കുറ്റം ഞാൻ ഏൽക്കണമെങ്കിൽ എന്റെ കുഞ്ഞുണ്ണിയെ കൊന്നത് ആരാണെന്ന് കാരണം അവര് പറയണം. സാവിത്രി? ചെമ്പ്രയിലെ ആ പഴങ്കഥ ഞാനായിട്ട് തിരുത്തുന്നില്ല. പക വീട്ടിയല്ലേ? പക വീട്ടാനുള്ളതാണ് മൂപ്പരെ. ഉച്ചയിൽ ഉപ്പോളം ബുദ്ധിയുണ്ടെങ്കിൽ ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത്. എന്റെ ജീവനിൽ ഇടപെടരുത്. ഇതുകൊണ്ടൊന്നും തീരില്ല. കാരണവരെ, എന്റെ കുഞ്ഞുണ്ണിയെ കൊന്നതിന്റെ കണക്ക് ഞാൻ ചോദിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒളിയുദ്ധത്തിന് വന്നവരിൽ ഒരാൾ കൂടെ നാളെ പൊങ്ങും. ചൂണ്ടക്കാരൻ വാസു. അപ്പൊ വിഷാരിയോ? എന്തേനു സാറേ, പെട്രോള് തീർന്നോ? തീർന്നതല്ലടാ, തീർത്തതാ. എവിടെടാ ബെല്ലാരി രാജ? ഞാൻ ഇവിടെ ഉണ്ട് സാറേ. ഒന്ന് ഇറങ്ങണം. എന്തൊരു സാറേ കാര്യം? കാര്യം പറഞ്ഞാലേ നീയൊക്കെ ഈ പേടത്തിൽ നിന്ന് ഇറങ്ങൂ. കാര്യങ്ങൾ പറഞ്ഞാലും ഇറങ്ങും, കാര്യങ്ങൾ പറയാനും ഇറങ്ങും. ഇപ്പൊ ഞാൻ വേറൊരു കാര്യത്തിന് വേറൊരു വഴിക്ക് പോവേണ്ട. തൽക്കാലം നീ ആ വഴിയൊന്ന് മാറ്റിപ്പിടിച്ചേ. ഇപ്പോ നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോകാം. ഏത് സ്റ്റേഷനാണ് സാറേ? റെയിൽവേ സ്റ്റേഷനാ അതാ പോലീസ് സ്റ്റേഷനാ? അല്ല, റേഡിയോ സ്റ്റേഷൻ. ഇങ്ങോട്ട് ഇറങ്ങണം. സാറ് പുലിയായിരുന്നല്ലേ?
നീ ആരായി? പ്ലീസ്. എന്താ സാർ പ്രശ്നം? എന്താണ് ഇദ്ദേഹത്തിന് എതിരുള്ള പരാതി? ഒരു ഡീറ്റെയിൽസും പറയാതെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്ന് പറഞ്ഞ ഇതൊക്കെ പറയാൻ നീ ആരാ? ഇദ്ദേഹത്തിന്റെ മാനേജർ. അത് കൊള്ളാം. കള്ളനും കൊള്ളക്കാരന്മാർക്കൊക്കെ മാനേജർമാർ. മൈൻഡ് യുവർ വേർഡ്സ്. പന്നീന്റെ മോനെ പോലീസിന്റെ മുഖത്ത് നോക്കി വിരൽ കൊണ്ട് സംസാരിക്കുന്നു. അടിക്കല്ലേ സാറേ, അടിക്കല്ലേ. എവ എന്തോരോ സാറിനോട് ഇംഗ്ലീഷിൽ പറയും, സാറിന് പിടികിട്ടിയില്ല, അത്രയല്ലേ ഉള്ളൂ. ഡേഡേ ഇനി മേലെ എന്റെ കൂടെ ചോദിക്കാൻ സാറിനോട് ഇംഗ്ലീഷ് പറഞ്ഞാലുണ്ടല്ലേ അമ്മച്ചാണെ ചട്ടുവാൻ പിടിപ്പിച്ച് ചന്തിയിൽ വെച്ചാലും കേട്ടാ. പോയി 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 പോടാ ചീള് പല്ലി പോട്ടെ സാറേ. എന്താടാ വർക്കിച്ച ഒരു 500 രൂപ എടുത്താണ്. സാറേ സാറിന്റെ ആ വരക്കും ഷഡംബ്രയെക്കൊട്ടുള്ള നൃത്തക്കവും കണ്ടപ്പോഴേ എനിക്ക് സംഗതി കത്തിയേട്ടാ. എന്ത് ആരേലും പറഞ്ഞു വിട്ടേരിക്കുമെന്ന്. ജോലി എന്തരായാലും കൂലിയാണല്ലോ പ്രധാനം. ഇത് ഞങ്ങൾ പോത്തേച്ചോടക്കാരുടെ ഒരു രീതിയാണ് കേട്ടാ. വാർത്തുകൊണ്ട് പൊത്തി കച്ചവടം ഉറപ്പിക്കല്. സാറിന് പിടിക്കും 500 രൂപയുണ്ട്. നാട്ടുകാരുടെ മുമ്പിൽ വെച്ചാൽ നീ എന്റെ കച്ചവടം ഉറപ്പിക്കും അല്ലടാ നിന്നെ. ഇതാണ് ഈ പേലയുള്ള ഒരു കാര്യം. പണം കൊടുക്കണന് അവിടെ വെച്ച് തന്നെ പണി കൊടുക്കണത് കണ്ണന്തിരി തന്നെ. എന്തായാലും ഒരു കാര്യം തീരുമാനമായിട്ടാ. ഒന്നിൽ സാർ എന്നെ കൊണ്ടുപോകും, അല്ലെങ്കിൽ കൊണ്ടിട്ട് പോകും. രണ്ടായാലും മാനക്കേട് തന്നെ. അതുകൊണ്ട് സാറേ നമുക്ക് പോവാം. വർക്കിച്ച വണ്ടി അടിക്കും. ഇതിലല്ല അതില്. തള്ളാ പിന്നെ മുട തുടങ്ങി. അതിലല്ല സാറേ, ഇതില്. നല്ല 1-ാം നമ്പർ വണ്ടിയാണ്. ലക്ഷങ്ങൾ തോനെ എണ്ണി കൊടുത്ത് വാങ്ങിച്ചാണ്. സാറുടെ കയറിക്കോളി. നമുക്ക് നല്ല കിട്ടില്ല AC എല്ലായിട്ട് കുളിരൊക്കെ കൊണ്ട് പാട്ടുകളൊക്കെ ആയിട്ട് പൊളപ്പനായിട്ട് പോവാ. വർക്കിച്ച നമ്മുടെ വണ്ടിയിൽ നെങ്കിനുള്ളിൽ നീയാണ് തേനാണ് കുളിരാണ് ഫാത്തിമ പാട്ടുകളൊക്കെ ഇല്ലേ. കഴിവേറിയുടെ മോനെ, നിന്നെ പോലൊരു പരമകള്ളനെ സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ തമിഴ്നാട് സർക്കാരിന്റെ പോലീസ് ചീഫൊക്കെ സെൻട്രലൈസ് AC ആക്കണം. നിന്നെ ഈ സർക്കിൾ വിക്രമൻ ഈ വണ്ടിയെ തന്നെ കൊണ്ടുപോകും. ഇങ്ങോട്ടേക്കടാ, വലത്താട്ടേക്കടാ, വലത്താട്ടേക്കടാ പന്നി. ഇങ്ങനെ ഒരു സിനിമാക്കൾ ഇവിടെ വെച്ച് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരു പരാതി കടലാസുരം ചോദിക്കാൻ നിന്റെ കൂടെ കെട്ടിയെടുക്കാന്ന് വിചാരിച്ചത്. അപ്പൊ നിനക്ക് കലിപ്പിളവി. ഇനി ഞാൻ നിന്റെ കൂടെ വരണമെങ്കിൽ ആ കിടുതാപ്പുഴെല്ലാം അടുത്ത് എന്റെ വീടിന്റെ നടന്ന് ഈ 10 പ്രാവശ്യം കയറി ഇറങ്ങണം. ഇപ്പൊ ഞാൻ ഇറങ്ങിയത് വേറൊരു വഴിക്കാണ്. ഈ ബെല്ലാരി രാജ ഒരു വഴിക്ക് ഇറങ്ങണമെന്ന് നിരൂപിച്ച ആ വഴിക്ക് തന്നെ പോകും. അതാണ് ചീലം. ഉള്ള മസിലും പെരുപ്പിച്ച് കള്ളനും പോയാലും കളിക്കാൻ ഇറങ്ങിയിരിക്കുക. ഒരു പെണ്ണിന്റെയും വോഡ്കയുടെയും ഗന്ധം ഒറ്റ ശ്വാസത്തിൽ. A scintillating scent of wine and woman in a fusion. A vestige. എന്റെ പഴയ സെയിന്റ് പീറ്റേഴ്സ്ബർഗ് ദിനങ്ങളുടെ ഓർമ്മയ്ക്ക്. എങ്ങുമെത്താത്ത അന്വേഷണത്തിന്റെ ചുഴി. ദാ ഇതുപോലെ നിന്റെ മനസ്സിപ്പോ. നിന്നെ പഴയ വിശ്വാസമില്ല നിന്റെ മന്ത്രിക്ക്. അതിന്റെ പേരിൽ ജോസഫ് അലക്സിനൊരു റഗഡ് IPS മസിലിന്റെ ആൺതുണ നിശ്ചയിച്ചു. GK, I can read frustration pulsate on your temples. ദാ ഇവിടെ. റിലാക്സ്. സർ, ഒരു ഡ്രിങ്ക് ഓഫർ ചെയ്താൽ അത് കൈനീട്ടി വാങ്ങി രാമൻ മാധവന് ചിയേഴ്സ് പറഞ്ഞ ഒരു ജൂനിയറും ഇല്ല. രാമൻ മാധവന്റെ സർവീസ് മെമ്മറി. But he will. കേരളം വിട്ട് സെൻട്രൽ കേഡറിൽ ജോയിൻ ചെയ്ത the very first day. ഏതോ ഫിൽറ്റർ സിഗരറ്റിന്റെ some weird brand പുക എന്റെ മുഖത്തേക്ക് ഊതിക്കൊണ്ട ഹാൻഡ് ഷേക്കിന് കൈ നീട്ടിയത് നീ, റൈറ്റ്? സർ, ഓർമ്മയില്ല. കേട്ടിട്ടുണ്ട് നിന്റെ ലെജൻഡറി ലൈൻ സൗത്ത് ബ്ലോക്ക് ഗ്രേറ്റ് പോയിന്റ് that you have an extra bond. നിനക്കൊരു കൂടുതലാ. And I like it. സാർ എന്നെ വിളിപ്പിച്ചത് എന്റെ സോ കോൾഡ് ആട്രിബ്യൂട്ട്സ് എന്നെ പറഞ്ഞു കേൾപ്പിക്കാനല്ല. So hitting it straight, Joseph. എങ്ങുമെത്താത്ത അന്വേഷണം എന്ന് പറയുന്നത് വെറുതെ. I know how far and how deep you have penetrated. ഇപ്പൊ തോന്നുന്നു feel like a drink? കൊമ്പ് കോർക്കാനാണെങ്കിൽ എനിക്കൊരു ഡ്രിങ്കിന്റെ എക്സ്ട്രാ മൈലേജ് വേണ്ട സർ. ഒരുത്തനോട്. എന്റെ ബയോഗ്രഫി ദ അയൺ മാൻ ബ്യൂറോക്രാറ്റ്, ഇന്ത്യൻ ഭരണ സർവീസിലെ ഉരുക്കും മനുഷ്യൻ. എന്റെ ജീവിത കഥ ഓറിയന്റ് ഇന്റർനാഷണൽ പബ്ലിഷ് ചെയ്യുന്നു അടുത്ത മാസം. അതിന്റെ ഫോർവേഡ് ആമുഖം നിനക്ക് അയച്ചു തരും.
നീ വായിക്കണം. പഴയ മൈസൂർ പട്ടണം, ദുർഗുണപരിഹാര പാഠശാല, അമ്മയുടെ രണ്ടാം ഭർത്താവ് ബ്രിഗേഡിയർ ബാലഭാസ്കര വർമ്മ, അവന്റെ വലം കഴുത്തിലേക്ക് അവന്റെ സ്വന്തം മിലിറ്ററി പിസ്റ്റൾ കൊണ്ട് നിറയൊഴിച്ച കൗമാര കയ്യബദ്ധം. അതേ ജുവനൈൽ സെൽ, എന്നേക്കാൾ 4 വയസ്സ് ഇളപ്പം സഹതടവുകാരന്. വിശേഷണങ്ങൾ കൊണ്ടും വിളിപ്പേരുകൾ കൊണ്ടും ഇന്നത്തെ അലങ്കാരങ്ങളില്ലാത്ത വെറും ചന്ദ്രമൗലീശ്വരൻ. കോൺവിക്റ്റഡ് ഫോർ കോൾഡ് ബ്ലഡഡ് മർഡർ. എന്റെ ഒപ്പം ഒറ്റമുറി സെല്ലിൽ ഒരുമിച്ച് ഒരേ കീറപ്പായിൽ 3.5 വർഷം. ഇറ്റ്സ് സോ അൺഹോളി ആൻ അഫിലിയേഷൻ, ജോസഫ്. പിന്നെ ഭൂതകാലത്തിന്റെ ചോരമണം കഴുകി തുടച്ച് ഇന്ത്യൻ ഭരണ സർവീസിൽ ഞാൻ എസ്കലേറ്റിംഗ് ഹൈറ്റ്സ്. രാമൻ മാധവൻ, ദ മോറോൺ. ഇനി നിന്നോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ ഒരു കൺവിൻസിംഗ് സെന്റൻസും ഇല്ല എന്റെ കയ്യിൽ. ബട്ട് ലെറ്റ് മീ ടെൽ യു, ഡോക്ടർ സുദർശന്റെ കൊലപാതകം, മുരുകേശനിലും യശ്വന്തിലും തുടങ്ങി ഒടുവിൽ ശങ്കറിന്റെ മരണം കൊണ്ട് ഒടുങ്ങണം. എല്ലാം അവിടെ അവസാനിക്കണം നിന്റെ അന്വേഷണം. I want a full stop. Sir, what the damn... Coming to it. അറിയാം, പണം കൊണ്ടെറിഞ്ഞാൽ കുരച്ചു വാലാട്ടുന്ന ഒരു പ്രൈസ് ടാഗ് ഇല്ല ജോസഫ് അലക്സിന്. അധികാരം കൊണ്ട് ദണ്ണിച്ചാൽ അലക്സാണ്ടറുടെ ഒറ്റപുത്രന് ദേഹാസ്വാസ്ഥ്യം വരില്ല, അതും അറിയാം. Come on, fix him a rude drink. പക്ഷേ നിന്നെ സെഡ്യൂസ് ചെയ്യാൻ ഒരു വാക്കുണ്ട് എന്റെ കയ്യില്. ഇന്ത്യ, ഈ രാജ്യത്തിന്റെ ഫ്യൂച്ചർ, ഇതിന്റെ രക്ഷ. ശത്രുവിന്റെ ആനയും തേരും കാലാളും ആണവ മിസൈലും വന്ന് രാജ്യാതിർത്തി വളഞ്ഞു നിൽക്കുമ്പോ ഒരു ദുർബല ഖണ്ഡാചൻ നിന്റെ പ്രൈം മിനിസ്റ്റർ മതിയാവില്ല രാജ്യരക്ഷാ പരിപാലനത്തിന്. പകരം രാജ്യരക്ഷയുടെ അൾട്ടിമേറ്റ് ഗുരു, അയൺ മാൻ ബ്യൂറോക്രാറ്റ് രാമൻ മാധവൻ. പിന്നെ 7ാം നമ്പർ റേസ് കോഴ്സിലും നോർത്ത് ബ്ലോക്കിലും എന്റെ സിംഹാസനത്തിന് തൊട്ട് ചുവടെ നിനക്ക് ഇരിപ്പിടം. സെക്കൻഡ് among equals as my principal secretary, my powerful next in command. That's my offer. വിളിപ്പിച്ചത് അത് തരാൻ. Take it. ഗൺ ലൈസൻസ് ഉണ്ട് സാർ. എ വിന്റേജ് പീസ്. യുഎസ് സെയിന്റ് പീറ്റേഴ്സ്ബർഗ് വെസ്റ്റേജ്, നിക്കോളായ് ഫെഡറോവിക് മക്രോവ് 9mm. പഴയ സോവിയറ്റ് വാർ പിസ്റ്റൽ. അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് റീലോഡ് ചെയ്ത് വെക്കണം. ശത്രുവിന്റെ നേർക്കല്ല, സ്വയം. സാർ ദാ ഇങ്ങനെ സ്വന്തം തലച്ചോറും ഈ ഉന്മാദവും അതിലേക്ക് ചേർത്ത് വെച്ച് കാഞ്ചി വലിക്കാൻ, സ്വയം ഹനിക്കാൻ. To kill yourself. കൊന്നുകളയുന്നില്ല ശങ്കറിന്റെ നെഞ്ചു പുലർന്ന അതേ സൈന്യം. Like hell they will. പിടിച്ചെടുക്കണം നിനക്ക്. 7 റേസ് കോഴ്സ്, പ്രധാനമന്ത്രി പദം, ഈ രാജ്യത്തിന്റെ ഭരണം. അതിന് നീ എനിക്കിട്ട പ്രൈസ് ടാഗ്. നിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ്, സെക്കൻഡ് among equals. രാമൻ മാധവൻ, up yours. ജോസഫ്. അതേടാ, സൗത്ത് ബ്ലോക്ക് ഗ്രേപ്പ് വൈൻ രാമൻ മാധവൻ എന്ന് തുമ്മിയാൽ ഏത് മൂക്കും തെറിക്കും ഇന്ത്യൻ ഭരണ സർവീസിൽ, ഇന്ത്യൻ ക്യാബിനറ്റിൽ. മൂക്ക് പോയിട്ട് മൂക്കിൽ ഒരു രോമം പോലും ചലിക്കില്ല ജോസഫിന്. പക്ഷേ നിന്റെ ഈ nerve, നിന്റെ ഗാൾ, ഇന്ത്യൻ ഭരണകൂടം ഇങ്ങനെ 2 കാലിൽ എഴുന്നള്ളി നിൽക്കുന്നു എന്ന് സ്വയം ധരിച്ചു വെച്ച നിന്റെ ഗർവ്, നിന്റെ wretched, repulsive, nauseating audacity, ഇതിന് സ്വന്തം ജീവിതം കൊണ്ട് നീ പിഴയൊടുക്കേണ്ടി വരും. How dare you? I dare. പറഞ്ഞില്ലേ, ഇന്ത്യ. എന്നെ സെഡ്യൂസ് ചെയ്യാൻ നിന്റെ ഒറ്റവാക്ക്, മന്ത്രം. അതേടാ, ഏത് കൊടി കെട്ടിയ ശത്രുവിന്റെ മുന്നിലും ഈ നാടിന് വേണ്ടി നെഞ്ചി വിരിച്ച് നിവർന്നു നിൽക്കാൻ ഒരല്ല, ഐ ഹാവ് an extra spine. ഒരു നട്ടല് കൂടുതലുണ്ട് ജോസഫിന്. ഒരു നട്ടല് കൂടുതലുണ്ട് ജോസഫിന്. An extra spine. Major Shiva has done an excellent job. Colonel Vijay, we must recommend him for a President's Gallantry Medal. Yeah, that's right. Excuse me, sir. With your permission. സാർ എന്താ പറഞ്ഞത്? മെഡലിന് റെക്കമെൻഡ് ചെയ്യുന്നു. ഇറ്റ്സ് എ ബിലേറ്റഡ് അബോർട്ടീവ് ഓപ്പറേഷൻ. രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് അഭിമാനപൂർവ്വം 2 മെഡലുകൾ മേജർ ശിവരാം വാങ്ങിയിട്ടുണ്ട് സർ. 10 വെടിയുണ്ട് ഇങ്ങോട്ട് വരുമ്പോ തിരിച്ചടിച്ച് കൊന്നിട്ട് വാങ്ങിച്ചിട്ടുള്ളതാ. പക്ഷെ ഇതിന് കിട്ടുന്ന ഗാലണ്ടറി മെഡൽ ഈ ഓപ്പറേഷന്റെ ഗാലറി മാത്രം വരുന്നത് മുടക്കിയ നിങ്ങളുടെയൊക്കെ നെഞ്ചത്ത് കുത്തിവെക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ 3ാമത്തെ മെഡൽ എന്തിനു കിട്ടിയതാണെന്ന് എന്റെ മകൻ എന്തെങ്കിലും ചോദിച്ചാൽ സയനൈഡ് കഴിച്ച് മരിച്ചവരെ റെയ്ഡ് ചെയ്തതിന് കിട്ടിയാണെന്ന് എനിക്ക് പറയേണ്ടി വരും. ഈ ഓപ്പറേഷൻ ഇവരെ ജീവനോടെ പിടിക്കണമെന്ന് ആദ്യം അറിഞ്ഞപ്പോ സന്തോഷിച്ചവരാ ഞങ്ങള്. എപ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്ന ഓർഡർ ഗോ ആൻഡ് കിൽ എന്നാണ്. അങ്ങനെ കൊന്നു മാത്രം പരിചയിച്ച ഞങ്ങൾക്ക് ഇതിൽ കുറച്ചുപേരെങ്കിലും ജീവനോടെ പിടിക്കാമെന്ന് വെറുതെ ആഗ്രഹിച്ചു പോയി സർ. ബട്ട് യുവർ ഫക്കിംഗ് ബ്ലഡി പേഴ്സണൽ ഇൻട്രസ്റ്റ് അതെല്ലാം നഷ്ടപ്പെടുത്തി. ശത്രു ആയാലും മിത്രമായാലും ഇവിടെ വീണ് കിടക്കുന്നത് ചോരയാ. അവരല്ല സ്വയം കൊന്നത്. This man delayed and derailed the operation and killed them. You recommend yourself for the medal and hang on you.
താങ്ക് യു താങ്ക് യു ഫോർ എവറിഥിങ്. സർ സർ താങ്ക് യു ശിവാജി. താങ്ക് യു സർ. സർ താങ്ക് യു. സർ ഇന്ന് ഓഗസ്റ്റ് 20 രാജീവ് ഗാന്ധിയുടെ ബർത്ത്ഡേ ആണ്. ഈ ഓപ്പറേഷൻ ഇത്രയും ഡിലേ ആക്കിയത് ഇതൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആക്കാൻ വേണ്ടിയായിരുന്നോ? Okay, boys, we have no time to waste. Hurry up. സർ, അവരോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞേക്കണം. ഡയലക്ടിക്കൽ മെറ്റീരിയൽസ് വായിച്ചിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ? പുസ്തകം വല്ലതും? സർ ഉണ്ട്. ഒക്കെ ശരിയാ, പക്ഷെ മക്കൾക്കൊരു ആവശ്യത വന്നാല് ചിലപ്പോ പെട്ടെന്നൊരു രക്ഷയ്ക്ക് വിളിച്ചു പോകും ഭഗവാനേ എന്ന്. അല്ലേടോ സർ? ആ, ചെക്കൻ എങ്ങനെയുണ്ട്? സർ ബെറ്റർ. വൈഫിനോ? ഷീസ് ഓൾ റൈറ്റ്. ഈശ്വരാധീനം. ആ, അപ്പൊ പിന്നെ നമുക്ക് ഇതൊക്കെ നിർത്തിക്കളയാം. ഈ അന്വേഷണം എന്താ? അല്ല സാർ, ഇത്ര പെട്ടെന്ന്? ഇവനതെന്താണോ ഷിഹാബെ ഭസ്മാസുരന്റെ ജന്മമോ? അല്ല, ഇവൻ ചെന്ന് തൊട്ടപാതി തൊടാത്തപാതി ഇതിപ്പോ എത്ര പേരാണോ ചത്തത്? 8 അതോ 10? എത്രയായാലും ഇത്രയും വരെ മതി. ഷിഹാബെ, സർക്കാരിന് ഒരുപാട് പ്രഷറുണ്ട്. പാർട്ടിക്കകത്തു നിന്നായാലും ഘടകകക്ഷികളിൽ നിന്നായാലും ഈ കേസിന്റെ കാര്യത്തില്. സാർ, ഇത് ഇത്രയ്ക്കങ്ങ് വഷളായ സ്ഥിതിക്ക് തൽക്കാലം നിർത്തിവെപ്പിക്കാനാ എന്നോട് പാർട്ടിയുടെ നിർദ്ദേശം. ഇത്തരം സാഹചര്യങ്ങളിൽ ഇതിനു മുമ്പും ചില പോഴന്മാർ ചെയ്യാറില്ലേ? കൊച്ചിന് ദിനമാണോ, അച്ഛയ്ക്ക് പരവേശമാണോ, താനൊരു സ്പെഷ്യൽ ലീവിന് എഴുതി കൊടുക്ക്, നമുക്ക് പാസ്സാക്കിക്കാം. എന്നിട്ട് വല്ലതും പോസ്റ്റിംഗ് മാറ്റിത്തരാം. അല്ല സാർ, 10 മണിക്ക് പത്രക്കാരെ വിളിപ്പിച്ചിട്ടുണ്ട്. ഒറ്റയാൻ ഇൻവെസ്റ്റിഗേഷൻ പരാജയം. പകരം ഒരു സ്പെഷ്യൽ ടീം ഉണ്ടാക്കി അന്വേഷണം തുടരും. എലി പുലിയായി, പുലി പൂച്ചയായി, അങ്ങനെ വല്ല വിട്ടിത്തോ കൂടി വിളപ്പിയാക്കാം പത്രക്കാരോട്. എന്താണോ, പറ്റുമോ? സർ പറ്റില്ല. വെട്ടിമുറിച്ചുള്ള സംസാരം വേണ്ട. അച്ഛൻ പറഞ്ഞങ്ങോട്ട് കേട്ടാ മതി. താൻ എന്താടോ നോക്കുന്നത്? എന്താ ബോധിച്ചില്ലേ? പ്ലീസ് ഷട്ട് യുവർ മൗത്ത്. I said, please shut your mouth. സർ, സർ, സ്റ്റേറ്റ് ഭരിക്കുന്നത് അപ്പൻ, പുത്രനല്ല. And I'll listen not to him, just to you. പറയുന്നത് ആരായാലും നീ അങ്ങ് കേട്ടോടാ മതി. അതാ നിനക്ക് നല്ലത്. സർ പറ്റില്ല. കൊട്ടിഘോഷിച്ച് ഓരോ യുദ്ധത്തിൽ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഒടുക്കം വിട്ടിത്തം തിരിച്ചറിയുമ്പോ ശത്രുപാളയത്തിൽ അങ്ങോട്ട് ചെന്ന് സന്ധി ഒപ്പുവെക്കുന്ന പതിവ് തന്ത്രം ഉണ്ടല്ലോ. പാർട്ടി മൂക്കുകയറിട്ടു, സഹമന്ത്രിമാർ പാലം വലിച്ചു, ഘടകകക്ഷികൾ കടകം തിരിഞ്ഞു. അങ്ങനെ പത്രക്കാരെ ക്ഷണിച്ചു വരുത്തി സ്വയം രക്തസാക്ഷിത്വം സ്ഥാപിച്ചിരിക്കുന്ന സഖാവിന്റെ പതിവ് ഗിമ്മിക് നടപ്പിലാവില്ല സാർ ഈ കേസിൽ. നിർത്തിവെക്കണമെന്ന് അങ്ങിപ്പോൾ ആവശ്യപ്പെടുന്നത് ഇവന് വേണ്ടിയിട്ട്. കമ്പളികണ്ഠൻ ജോസ് കൊല്ലപ്പെട്ട അതേ ദിവസം കൊച്ചി പുറംകടലിൽ നങ്കൂരമിട്ട കോടാപ്രദേശന്റെ ഉല്ലാസ കപ്പലിൽ ഇവനുണ്ടായിരുന്നു വിത്ത് സേതുമാധവൻ, the most notorious, the most sought after drug agent of the state. കപ്പലിൽ നിന്ന് സേതുവിന്റെ ലക്ഷറി ബോട്ടിൽ അഴിമുഖം കിടക്കുമ്പോ റുട്ടീൻ ചെക്കിങ്ങിന് കയറിയ ഡ്യൂട്ടി ഓഫീസേഴ്സിനെ മുഖ്യമന്ത്രിയുടെ പുത്രൻ പുളിച്ച പുലഭ്യം വിളിച്ചു. കോസ്റ്റ് ഗാർഡ് ചീഫ് സംഭവം അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തു. സെൻട്രൽ ഐബിക്കും ഗോവ ഇന്റലിജൻസിനും ഇവിടുത്തെ സ്റ്റേറ്റ് പോലീസിനും. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ക്വാർട്ടർ അത് ഹഷപ്പ് ചെയ്തു, ഫയല് മുക്കി. ഹോം മിനിസ്റ്റേഴ്സ് ഓഫീസ് അതൊരു ബാർഗൈനിങ്ങിന് സൂക്ഷിച്ചു. ആൻഡ് ഐ ഹാവ് വിത്ത് മീ എ കോപ്പി ഓഫ് ദാറ്റ് റിപ്പോർട്ട്. എന്താ സാർ, സത്യമല്ലേ? പറ്റുമോ അങ്ങേക്ക് നിഷേധിക്കാൻ? പുറത്ത് പോലീസ് ഇന്നലെ ഉണ്ടായില്ലേ സാർ? ഒരു മുഖ്യമന്ത്രി ഒരിക്കലും മുഖം അനുവദിച്ചുകൂടാത്ത ഒരു വിശിഷ്ടാതിഥി സേതുമാധവൻ എന്ന നൊട്ടോറിയസ് ഗസ്റ്റ് ഇന്നലെ ഇവിടെ വന്ന് ഇറങ്ങുമ്പോ, ഇന്നലെ പുലർച്ചയ്ക്ക് ഇദ്ദേഹം ഇവിടെ കാലുകുത്തിയ നേരം മുതൽ പുറത്ത് പാറാവ് നിൽക്കുന്നവരിൽ എന്റെ മെന്നുണ്ട് സാർ. നിർത്തിവെക്കാം അന്വേഷണം. കൽപ്പിച്ച് ഇതുവരെ ഉണ്ടായ ധിക്കാരങ്ങളൊക്കെ കണക്കിലെടുത്ത് എനിക്ക് സസ്പെൻഷൻ, ഡിസ്മിസൽ, തൊപ്പിതെറിപ്പിക്കൽ, എത്ര കടുത്ത ശിക്ഷയുമാവാം സാർ. യോ വെൽക്കം. പക്ഷെ അതിനു മുമ്പ് കൺമുന്നിൽ നിന്നിങ്ങനെ കുത്തിപ്പിടിച്ച് കൊണ്ടുപോകും ഞാനിവനെ. എന്നിട്ട് കമ്പളികണ്ഠൻ ജോസ് വധക്കേസിലെ സസ്പെക്ട്സ് IG ബാലു, അപ്പിച്ചായി, സുഭദ്ര, സേതുമാധവൻ ഇവരാരൊക്കെ ആയാലും അവർക്കൊപ്പം ഒരൊറ്റ ദിവസമെങ്കിലും കോടതി വരാന്തയിൽ നിൽക്കേണ്ടി വരും.
സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഈ തൃപ്പുത്രന് ഫോർട്ട് കൊച്ചി ശക്തി ലോഡ്ജിന് മുന്നിൽ ഒരു അജ്ഞാത മൃതദേഹം കാണപ്പെട്ടപ്പോ അതിലൊരു ശത്രു സംഹാരത്തിന് പഴുതുണ്ടെന്ന് ദുർബുദ്ധി തോന്നിച്ചപ്പോ അന്വേഷണം ഇങ്ങനെ ഒരു ഭസ്മാസുരന്റെ തലയിൽ കെട്ടിയേൽപ്പിക്കുമ്പോ അതിലിങ്ങനെ പുത്രന്റെ രൂപത്തിലൊരു കാളസർപ്പയോഗം പ്രതീക്ഷിച്ചില്ല സംസ്ഥാനം അടക്കി ഭരിക്കുന്നയാൾ അല്ലേ? ക്ഷമിച്ച് നിൽക്കാതെ പിടിച്ച് പുറത്താക്കുന്നുണ്ടോ ഈ ആൻസർ. എത്ര മഹത്തരമായ ജനാധിപത്യമാണെങ്കിലും അർത്ഥം കൊണ്ടും അധികാരം കൊണ്ടും ഒരു മുഖ്യമന്ത്രിക്ക് മുന്നിൽ എന്നെ പോലൊരു പെറ്റി ലെവൽ ഓഫീസർ എത്രയോ ചെറുതാണെന്ന ചട്ടവും ഹൈറാർക്കിയും സത്യവും എനിക്ക് ബോധ്യമില്ലാഞ്ഞിട്ടല്ല. ബട്ട് ആസ് എ സിറ്റിസൺ, ആസ് എ വോട്ടർ ആൻഡ് ആസ് എ കോംറേഡ് ബൈ സോൾ ഒന്ന് മാത്രം പറഞ്ഞോട്ടെ സർ. ഒപ്പം നിന്ന സഖാക്കന്മാരെ മുഴുവൻ പെരുങ്കള്ളന്മാരെന്ന് മുദ്രകുത്തി പത്രങ്ങൾക്കും ചാനലുകൾക്കും ഒറ്റുകൊടുക്കുമ്പോ ഒരു ബുൾഡോസറിന്റെ പൊയ്ക്കാലിൽ ആകാശത്തോളം യശസ്സുയർത്തിയെന്ന് തുഗ്ലക്കിനെ പോലെ വിരിഞ്ഞു നിന്ന് വിഡ്ഢിസ്വർഗം പടുക്കുമ്പോ അതിനെല്ലാം ചേർത്ത് പുത്രൻ മുജന്മ ശത്രു എന്ന ഡയലക്ടിക്കൽ മെറ്റീരിയലിസം നടപ്പിലാകുമെന്ന് പ്രതീക്ഷിച്ചില്ല സഖാവ് CP അല്ലേ സർ? തെറ്റുപറ്റിയെന്ന് തിരിച്ചറിഞ്ഞാൽ അത് അവനവനായാലും ശരി പുത്രനായാലും ശരി സത്യങ്ങൾ ഏറ്റു പറയണം സർ. ജനങ്ങളോട്, സഖാക്കളോട്, പ്രസ്ഥാനത്തോട്. അതാണ് സർ ലെഫ്റ്റിസ്റ്റ്, അതാണ് സർ ലെനിനിസ്റ്റ്, അതാവണം സർ കമ്മ്യൂണിസ്റ്റ്. അങ്ങേക്കത് പറ്റാതെ പോയാൽ പിന്നെ ലെറ്റ് മീ ടെൽ യു വിത്ത് അറ്റ്മോസ്റ്റ് റിഗ്രറ്റ് സർ, അധികാരവും പദവിയും സ്ഥാനങ്ങളും ഒഴിഞ്ഞ് മഹാവര്യന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട്ടിലെ ചൊരിമണലിൽ ഒരു ചിത കത്തിയമർന്നു കഴിയുമ്പോ, അവസാനത്തെ ഇൻകിലാബും മുഴങ്ങി കഴിയുമ്പോ, ഒടുവിൽ സ്മാരകശിലയിൽ കൊത്തിവെക്കാൻ ഒരൊറ്റ വിശേഷണമേ ബാക്കിയുണ്ടാവൂ സർ. ജനങ്ങളുടെ മനസ്സിൽ, സഖാക്കന്മാരുടെ മനസ്സിൽ, അങ്ങയുടെ പ്രസ്ഥാനത്തിന്റെ മനസ്സിൽ. എ ലെഫ്റ്റിസ്റ്റ് ബട്ട് എ റെനഗഡ്, എ കോംറേഡ് ഹു ബിട്രേഡ്. ഒറ്റ വാക്കിൽ സർ, ഒറ്റക്കാരൻ. അത് സംഭവിക്കാതിരിക്കട്ടെ സർ. ഐ വിൽ വെയിറ്റ് ഔട്ട്സൈഡ്. അങ്ങയുടെ തീരുമാനം. ലാൽ സലാം. എടോ നരി, തെറ്റുപറ്റിയ തനിക്കല്ല എന്ന് നിശ്ചയമുണ്ടെങ്കിൽ നിർത്തണ്ട, അന്വേഷണം തുടരാം. സർ, പൊയ്ക്കോ. Go ahead. സർ. എടോ പുലി. സർ. ലാൽ സലാം. ലാൽ സലാം.